ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ടാർഗറ്റ് ലേണിംഗ് ആപ്പ്. അപ്പോൾ നമ്മൾ ഓണപ്പരീക്ഷയുടെ ചൂടിലിങ്ങനെ നിൽക്കുകയാണല്ലോ പ്ലസ് ടു സ്റ്റുഡൻസ്. അപ്പോൾ നമുക്കിനി കെമിസ്ട്രി എക്സാമാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഫിസിക്സ്, ഇംഗ്ലീഷും മറ്റു എക്സാംസും ഒക്കെ അടിച്ച് പൊളിച്ചിരിക്കുകയെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ കെമിസ്ട്രി എക്സാം കൂടി നമുക്ക് പൊളിച്ചടക്കാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ പ്ലസ് ടു കെമിസ്ട്രിയുടെ ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്, ഷുവർ A+ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക്, ക്ലാസ് ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവരെയും പെട്ടെന്ന് തന്നെ ലൈവിലോട്ട് വരാൻ പറയാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ ലൈവിൽ എത്തിയവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേ, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പേരൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തേ, നോക്കട്ടെ എത്ര ആൾക്കാർ ആക്റ്റീവായിട്ട് ഉണ്ട് നോക്കട്ടെ. പെട്ടെന്ന് തന്നെ വരും കേട്ടോ, മാക്സിമം ഷെയർ ചെയ്യുക പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ രണ്ട് ചാപ്റ്റേഴ്സ്, ഇന്ന് നമ്മൾ ടോട്ടൽ 3 ചാപ്റ്റേഴ്സിൽ 2 ചാപ്റ്റേഴ്സാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് സൊല്യൂഷൻസ് ആൻഡ് കെമിക്കൽ കൈൻഡ്സ്. ഈ 2 ചാപ്റ്റേഴ്സിലെ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും കേട്ടോ. നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. ഓക്കെ അല്ലടാ, സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. കമൻറ്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ, ലൈവിലുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. പെട്ടെന്ന് തന്നെ നമ്മൾ ലൈവിലേക്ക് പോവാണ്. ഓക്കെ അല്ലേ? യെസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രീവിയസ് ഇയർ ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ വളരെ ചാൻസ് കൂടിയ ക്വസ്റ്റ്യൻസ് ആണ്. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസേ ചോദിക്കുകയുള്ളൂ. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലോടാ എല്ലാവരും? തുടങ്ങാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. യെസ് ആൾക്കാർ വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യുക കേട്ടോ, മാക്സിമം ഷെയർ ചെയ്യുക. യെസ്. അപ്പോൾ സൊല്യൂഷൻസ് ചാപ്റ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സൊല്യൂഷൻ ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ നിങ്ങൾ. among the following which is not a colligative property? മക്കളെ, colligative property ഷുവർ ക്വസ്റ്റ്യൻ, 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ് colligative property. colligative properties എന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിച്ചിരിക്കും കേട്ടോ. അപ്പോൾ 4 colligative properties ഏതൊക്കെയാടാ colligative properties വരുന്നത്? ഒന്ന് ഏതാണ്? കമൻറ്റ് ചെയ്യുക, അറിയാവുന്നവർ. ഫാസിൽ, യെസ്, അറിയാവുന്നവർ കമൻറ്റ് ചെയ്തേ. colligative properties പറ. റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ, പിന്നെ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. ഇതാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ. അപ്പോൾ സൊല്യൂഷനിലുള്ള നമ്പർ ഓഫ് മോൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസാണ് ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. 4 എണ്ണം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ അതിൽ പെടാത്തത് ഏതാ? അതാണ് ചോദ്യം. അപ്പോൾ നോക്കിക്കേ, ഓപ്ഷൻസ് നോക്കിക്കേ. ഓസ്മോട്ടിക് പ്രഷർ പറഞ്ഞിട്ടുണ്ട്. ഓസ്മോട്ടിക് പ്രഷർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, അതും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. വേപ്പർ പ്രഷർ ആൻഡ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, അത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. പക്ഷേ വേപ്പർ പ്രഷർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, തേർഡ് വൺ. വേപ്പർ പ്രഷർ എന്തല്ല? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ല. പിന്നെ ഏതാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വേപ്പർ പ്രഷറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. വേപ്പർ പ്രഷർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ല. സോ തേർഡ് ഓപ്ഷനാണ് അവിടെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. നോട്ട് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് വേപ്പർ പ്രഷർ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അറിയാവുന്നതല്ലേ? അപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം, നിർബന്ധമാണ്. ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. നമുക്ക് ജസ്റ്റ് ഓരോന്നായിട്ടൊന്ന് നോക്കാം കേട്ടോ. ഓരോ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെയും ഇക്വേഷൻസ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ് കേട്ടോ മക്കളെ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡെൽറ്റ പി ബൈ P10 ആണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഡെൽറ്റ പി ബൈ P10 ഈസ് ഈക്വൽ ടു x2 ആണ്, മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സൊല്യൂട്ട്, വിച്ച് ഈസ് ഈക്വൽ ടു N2 ബൈ N1 ആണ്. N2 ബൈ N1 നമുക്ക് എങ്ങനെ ലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും? W2 ബൈ M2 ഇൻറ്റു M1 ബൈ W1. ഇതാണ് ഇക്വേഷൻ കേട്ടോ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിൻ്റെ ഇക്വേഷൻ. ഇനി നമുക്ക് ഡെൽറ്റ ടി ബി ഉണ്ട്. ഡെൽറ്റ ടി ബി ഇതാണ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിൽ വരുന്നത്. ഡെൽറ്റ ടി ബി, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു ടി ബി മൈനസ് ടി ബി 0. ഇതൊരു ഇക്വേഷനാണ്. മറ്റൊരു ഇക്വേഷൻ ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു കെ ബി ഇൻറ്റു എം. എം എന്ന് പറഞ്ഞാൽ അവിടെ മൊളാലിറ്റിയാണ്, കെ ബി കോൺസ്റ്റൻ്റ് ആണ്, എലിവേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഇതിൻ്റെ ഒരു എലാബറേറ്റഡ് ഫോം എന്ന് പറഞ്ഞാൽ കെ ബി ഇൻറ്റു
1000 into W2 ആണ് divided by M2 into W1. ഓക്കെ, ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു. അതേപോലെ ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് സിമിലർ ഇക്വേഷൻ ആണ്. ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു 1000 ഇൻറ്റു W2 ബൈ M2 ഇൻറ്റു W1 ആണ്. അതേപോലെ ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു കെ എഫ് ഇൻറ്റു എം ആണ്. അതേപോലെ ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു ടി എഫ് സീറോ മൈനസ് ടി എഫ് ആണ്. ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ്, ഇതൊക്കെ ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റിൽ വരുന്നതാണ്. ഇതെല്ലാം എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിൽ വരുന്നതാണ്. ഇത് റിലേറ്റീവ് ലോവറിങ് ഓഫ് വാപ്പർ പ്രഷറിൽ വരുന്നതാണ്. ഇനി നമുക്ക് ഓസ്മോട്ടിക് പ്രഷർ ഉണ്ട്. ഓസ്മോട്ടിക് പ്രഷർ പൈ ആണ്. പൈ ഈസ് ഈക്വൽ ടു സി ആർ ടി, വേർ സി ഇസ് ദ മൊളാരിറ്റി, ആറ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് നിങ്ങൾക്ക് അറിയാം, ടി ടെമ്പറേച്ചർ. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? N2RT ബൈ വി എന്ന് എഴുതാം. പൈ ഈസ് ഈക്വൽ ടു പൈ വി ഈസ് ഈക്വൽ ടു N2നെ നമുക്ക് W2RT ബൈ M2. ഈ ഇക്വേഷനും ഓർത്ത് വെക്കുക കേട്ടോ. അതിൽ M2 ഈസ് ഈക്വൽ ടു, അതാണ് കാണാൻ ചോദിക്കുക. ഓസ്മോട്ടിക് പ്രഷറിൽ അധികം ചോദിക്കുന്ന ഇക്വേഷന് മാസാണ് ചോദിക്കുക കേട്ടോ, മോളാർ മാസൊക്കെ. M2 കാണാൻ അല്ലെങ്കിൽ W2 കാണാനൊക്കെ ആയിരിക്കും ചോദ്യം. അപ്പോൾ M2 ഈസ് ഈക്വൽ ടു എന്താ വരികടാ? W2RT ബൈ പൈ വി ആണ് വരിക, ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ഇനി ഈക്വേഷൻസ് എല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഞാൻ പറഞ്ഞു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ ക്വസ്റ്റ്യൻ 100% ഷുവർ. അതിന് പ്രോബ്ലം എന്തായാലും ചോദിക്കും. അപ്പോൾ ഈ ഇക്വേഷൻസിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും ആ പ്രോബ്ലം ചെയ്യാനുണ്ടാവുക. ഓക്കെ അല്ലേ? അതേപോലത്തെ ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത്. ഈ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കിക്കടാ. ഇതാണ് ക്വസ്റ്റ്യൻ. Okay, 200 centimeter cube of aqueous solution of a protein contains 1.26 gram of protein. The osmotic pressure of solution at 300 Kelvin is found to be 8.3 into 10 raised to minus 2 bar. Calculate the molar mass of protein. അവിടെ പ്രോട്ടീൻ എന്താ? അക്വസ് സൊല്യൂഷൻ ഓഫ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോട്ടീന് വാട്ടറിലോട്ട് ആഡ് ചെയ്തു. അപ്പോൾ വാട്ടർ സോൾവെൻറ്റും പ്രോട്ടീൻ എന്താ? സൊല്യൂട്ടും ആണ്. അപ്പോൾ അവിടെ പ്രോട്ടീൻ എന്ന് പറയുന്നത് സൊല്യൂട്ടാണെന്ന് മനസ്സിലായി. ഇനി 200 സെൻറ്റിമീറ്റർ ക്യൂബ് ഓഫ് അക്വസ് സൊല്യൂഷൻ ആണ്. അപ്പോൾ വോളിയം ഓഫ് സൊല്യൂഷൻ തന്നിട്ടുള്ളത് 200 സെൻറ്റിമീറ്റർ ക്യൂബാണ്. ശ്രദ്ധിക്കുക, ലിറ്ററിലല്ല തന്നിട്ടുള്ളത്, സെൻറ്റിമീറ്റർ ക്യൂബിലാണ്. അപ്പോൾ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ദെൻ ഓസ്മോട്ടിക് പ്രഷർ തന്നിട്ടുണ്ട് 8.3 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 2 ആണ്. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 300 കെൽവിൻ ആണ്. ഡയറക്റ്റ് എല്ലാം തന്നിട്ടുണ്ട്. ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. നേരെ മോളാർ മാസിന് ഇക്വേഷനിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. മോളാർ മാസിന് ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. M2 ഈസ് ഈക്വൽ ടു W2RT ബൈ പൈ വി അല്ലേ? ഇനി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. W2 എത്ര തന്നിട്ടുള്ളത്? W2 എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഓഫ് ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ആണ് W2. യെസ്, ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട്. ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് എത്ര തന്നിട്ടുള്ളത്? 1.26 ഗ്രാം ആണ്. സോ 1.26 ഇൻറ്റു ആറിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.083 ആണ്. ആറിൻ്റെ യൂണിറ്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം, അവിടെ ലിറ്റർ ആണ് തന്നിട്ടുള്ളത്. ലിറ്റർ ബാർ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സാണ്. സോ നമുക്ക് തന്നിരിക്കുന്ന വോളിയത്തിന് നമ്മൾ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ 6 ഇൻറ്റു ടി തന്നിട്ടുണ്ട് 300 കൊടുത്തു ഡിവൈഡഡ് ബൈ പൈ. ഓസ്മോട്ടിക് പ്രഷർ തന്നിട്ടുണ്ട്. എത്രയാണ് ഓസ്മോട്ടിക് പ്രഷർ തന്നിട്ടുള്ളത്? ഓസ്മോട്ടിക് പ്രഷർ 8.3 ഇൻറ്റു 10 റേസ് ടു മൈനസ് 2 തന്നിട്ടുണ്ട്. ഓസ്മോട്ടിക് പ്രഷർ ഇൻറ്റു വി, വോളിയം 200 ആണ്. വി ഈസ് ഈക്വൽ ടു 200 സെൻറ്റിമീറ്റർ ക്യൂബ് എന്നാണ് തന്നിട്ടുള്ളത്. 200 സെൻറ്റിമീറ്റർ ക്യൂബിനെ ലിറ്ററിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം? 1000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ അല്ലേ? സോ 200 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 200 ബൈ 1000 ചെയ്യുക. ദാറ്റ് ഈസ് 0.2 ലിറ്റർ ആയിരിക്കും. 0.2 ലിറ്റർ ബൈ 0.2. ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് വാല്യൂസ് അടിച്ചു നോക്കുക, എത്ര കിട്ടുന്നത് നോക്കൂ. 1.26 ചെയ്യുക കേട്ടോ. ചെയ്യുക, ആൻസർ കിട്ടുന്നവർ കമൻറ്റ് ചെയ്യുക. 1.26 ഇൻറ്റു 0.083 ഇൻറ്റു 300 ഡിവൈഡഡ് ബൈ 8.3 ഇൻറ്റു 10 raised to minus 2.
ഇൻറ്റു 0.2 1890 കിട്ടണം നിങ്ങൾക്ക്. 1890 ഗ്രാം പെർ മോൾ ആൻസർ കിട്ടും. ഇതാണ് മോളാർ മാസ് കിട്ടുന്നത്. ആർക്കെ കിട്ടിയോ? കിട്ടിയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓസ്മോട്ടിക് പ്രഷർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനിൽ മോളാർ മാസ് ചോദിച്ചു കഴിഞ്ഞാൽ M2 = W2RT/πV ആണ് ഇക്വേഷൻ വരിക. ആ ഇക്വേഷനിൽ W2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ആണ്. പൈ എന്ന് പറഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷർ ആണ്. V എന്ന് പറഞ്ഞാൽ വോളിയം ആണ്. അറിയാവുന്നല്ലോ, നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ഓക്കെ, ഓക്കെ അല്ലേ? ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് വാൻ ഹൗസ് ഫാക്ടർ? വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് വാൻ ഹൗസ് ഫാക്ടർ? എന്താണ് ഈ വാൻ ഹൗസ് ഫാക്ടർ? I എന്ന് പറയുന്ന ഒരു ടേമാണ് വാൻ ഹൗസ് ഫാക്ടർ. അതായത് അസോസിയേഷനോ ഡിസോസിയേഷനോ സംഭവിക്കുന്ന സമയത്ത്, അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ? അതായത് രണ്ട് A+B C ആയിട്ട് മാറും. അതായത് രണ്ടാൾക്കാർ എയും ബിയും ഉണ്ടെങ്കിൽ അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് മറ്റൊരു മോളിക്യൂൾ ആവുന്നു. ആ കേസിലാണ് അസോസിയേഷൻ. ഡിസോസിയേഷൻ എന്താ? ഒരു മോളിക്യൂള് അയോൺസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും സംഭവിക്കാം സൊല്യൂഷൻ്റെ കേസിൽ. വോളറ്റൈൽ സൊല്യൂഷൻ്റെ കേസിൽ ഇത് രണ്ടും സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അസോസിയേഷനോ ഡിസോസിയേഷനോ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അസോസിയേഷനോ ഡിസോസിയേഷനോ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർ ചെയ്യുമ്പോൾ അതിൽ മാറ്റം വരും. അബ്നോർമൽ മോളാർ മാസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഈ ഒരു അബ്നോർമാലിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാൻ ഹൗസ് ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. വാൻ ഹൗസ് ഫാക്ടറിൻ്റെ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. I is equal to number of particles. I is equal to number of particles after association or dissociation. Number of particles after association or dissociation ആണ്. I is equal to number of particles after association or dissociation. Number of particles after association or dissociation divided by number of particles before association or dissociation. ഓക്കെ അല്ലേ? അപ്പോൾ ഡിസോസിയേഷൻ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും വരിക പാർട്ടിക്കിൾസിൻ്റെ എണ്ണം? നിങ്ങൾ നോക്കിക്കേ. ഇപ്പോൾ NaClൻ്റെ കേസിലാണെങ്കിൽ ഡിസോസിയേഷൻ ആണ്. ഇതെങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യും? Na+Cl- ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. അപ്പോൾ ബിഫോർ അസോസിയേഷൻ ഡിസോസിയേഷൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾ 1 ആണ്. ആഫ്റ്റർ അസോസിയേഷൻ ഡിസോസിയേഷൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾ 2 ആണ്. സോ I is equal to എന്ത് വരും? 2/1 വരും. ഓക്കെ അല്ലേ? 2/1 I is equal to 2 വരും. ഇനി I greater than 2 ആയിരിക്കും ഫോർ ഡിസോസിയേഷൻ ആണ് ഗ്രേറ്റർ ദാൻ 2 അല്ല, ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും ഡിസോസിയേഷൻ്റെ കേസിൽ. I less than 1 ആയിരിക്കും അസോസിയേഷൻ്റെ കേസിൽ. I is equal to 1 ആയിരിക്കും ഐഡിയൽ സൊല്യൂഷൻസിൻ്റെ കേസിൽ. അല്ലെങ്കിൽ നോ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ആണെങ്കിൽ, ഇഫ് ദർ ഈസ് നോ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ, അസോസിയേഷനോ ഡിസോസിയേഷനോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ I will be equal to 1. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഈ ഐൻ്റെ ഇക്വേഷൻ ഓർത്ത് വെക്കുക, അതേപോലെ ഈ കണ്ടീഷനും ഓർത്ത് വെക്കുക. അപ്പോൾ അതാണ് വാൻ ഹൗസ് ഫാക്ടർ. അത് എന്തിനു വേണ്ടിയിട്ടാണ് വാൻ ഹൗസ് ഫാക്ടർ കൊണ്ടുവന്നിട്ടുള്ളത്? അബ്നോർമൽ മോളാർ മാസ് വെച്ചുള്ള കാൽക്കുലേഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടു കറക്റ്റ് ദ അബ്നോർമൽ മോളാർ മാസ് ഇൻ ദ കേസ് ഓഫ് അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. അതിലാണ് വാൻ ഹൗസ് ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. വാൻ ഹൗസ് ഫാക്ടർ I is equal to number of particles after association or dissociation by number of particles before association or dissociation. ഓക്കെ അല്ലടാ ഫാസിൽ, ബില്ലി? ഓക്കെ അല്ലേ? യെസ്. അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണേ. നോക്കാം. ഡ്രോ എ വേപ്പർ പ്രഷർ ഗ്രാഫ്
by plotting vapor pressure against mole fraction of an ideal solution of two volatile components A and B. Indicate partial vapor pressure of A and B, PA and PB, and total pressure P total. ഇവിടെ ഏത് ഗ്രാഫാണ് വരക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഗ്രാഫ് വരക്കാനുണ്ട്. ഇവിടെ ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫാണ് വരക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ്, അതേപോലെ നോൺ ഐഡിയൽ സൊല്യൂഷൻസ്, രണ്ട് രീതിയിൽ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഉണ്ട്. അതൊക്കെയാണ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ ഉണ്ട്, നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ ഉണ്ട്. ഈ 3 ഗ്രാഫും ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. നമുക്ക് ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫാണ് പറഞ്ഞിട്ടുള്ളത്. ഡബിൾ സൈഡഡ് ആയിട്ടുള്ളൊരു ഗ്രാഫായിരിക്കും ഉണ്ടാവുക. അതിൽ എക്സ് ആക്സിസിൽ നമ്മൾ മോൾ ഫ്രാക്ഷൻ കൊടുക്കും, മോൾ ഫ്രാക്ഷൻ. വൈ ആക്സിസിൽ നമ്മൾ വേപ്പർ പ്രഷറാണ് കൊടുക്കുക. ഇവിടെ x1 = 1, x2 = 0, ഇവിടെ x1 = 0, x2 = 1. x1 എന്ന് പറഞ്ഞാൽ എന്താ? മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സോൾവെൻ്റ് ആണ്. x2 മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സൊല്യൂട്ട് ആണ്. അപ്പോൾ ഇവിടെ 1 ആണ്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെയാണ് ആ ഗ്രാഫ് വരയ്ക്കുക. അതിൽ ഈ ഒരു പോയിൻ്റ് ഈസ് P1 0 ആൻഡ് ദിസ് ഈസ് P2 0. ഇത് P1 ആണ്, ഇത് P2 ആണ്. ഇവിടെ P ടോട്ടൽ വരും. P ടോട്ടൽ ഈസ് ഈക്വൽ ടു P1 + P2. ഇങ്ങനെയാണ് ഗ്രാഫ് ഒരു ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നോക്കിക്കാൻ നിങ്ങൾ, ഇവിടെ x2 ഇല്ല, അതായത് മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ഇല്ല. അപ്പോൾ സോൾവെൻറ്റ് മാത്രമേ ഉള്ളൂ. സോൾവെൻറ്റ് 1 ആണ്, മാക്സിമം ആണ്. സോൾവെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നോക്കി ഈ ഒരു പോയിന്റ് നോക്കി, x2 0, x1 1. അപ്പോൾ ഈ പോയിന്റ് എന്താ? P1 0. അതെന്താ? വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെൻ്റ് ആയിരിക്കും. കാരണം ഇവിടെ നോക്കി മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെൻറ്റ് മാത്രമേ ഉള്ളൂ. അതേപോലെ ഇവിടെ നോക്കി മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് മാത്രമേ ഉള്ളൂ, സോൾവെൻറ്റ് ഇല്ല. അപ്പോൾ ഈ ഒരു പോയിന്റ് എന്താ? വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സൊല്യൂട്ടാണ്. P2 0 ഇവിടെ വരും. ഓക്കെ അല്ലേ? ഇതാണ് P1ൻ്റെ ഗ്രാഫ്, ഇതാണ് P2ൻ്റെ ഗ്രാഫ്. ഇതിന് രണ്ടിൻ്റെയും സം ആയിരിക്കും ഇവിടെ ഇങ്ങനെ വരുന്ന P ടോട്ടൽ, P1 + P2. ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ പ്രകാരം ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു സം ഓഫ് ഇൻഡിവിജ്വൽ പ്രഷേഴ്സ് ആണ്. അപ്പോൾ P1 + P2 = P ടോട്ടൽ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഗ്രാഫ്. ഇനി വാട്ട് ഈസ് എൻ ഐഡിയൽ സൊല്യൂഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഐഡിയൽ സൊല്യൂഷൻ എന്താ? ഇതും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സൊല്യൂഷൻസ് വിച്ച് ഒബേ റൗൾസ് ലോ ഇൻ ഓൾ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ. സൊല്യൂഷൻ്റെ എല്ലാ കോൺസെൻട്രേഷനിലും റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസിനെ വിളിക്കുന്ന പേരാണ് ഐഡിയൽ സൊല്യൂഷൻസ്. എന്താണ് അപ്പോൾ റൗൾസ് ലോ? റൗൾസ് ലോ ഒബേ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് റൗൾസ് ലോ പ്രകാരം നമുക്കറിയാം P1 ഈസ് ഈക്വൽ ടു, അതായത് വേപ്പർ പ്രഷർ ഓഫ് എ കോമ്പോണൻറ്റ് ഈസ് ഈക്വൽ ടു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ ഇൻ ദ സൊല്യൂഷനാണ്. അതായത് P1 പ്രൊപ്പോർഷണൽ ടു x1 ആണ്. ദാറ്റ് ഈസ് P1 ഈസ് ഈക്വൽ ടു P1 0 x1. ഇതാണ് റൗൾസ് ലോൻ്റെ ഇക്വേഷൻ. സിമിലർലി P2 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? P2 0 x2 ആയിരിക്കും. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് എല്ലാ റേഞ്ചിലും ഒബേ ചെയ്യുകയാണെങ്കിൽ അതെന്താവുള്ളൂ? ഐഡിയൽ സൊല്യൂഷൻ ആയിരിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഒബേ ചെയ്യണം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. റൗൾസ് ലോ പ്രകാരം ഐഡിയൽ സൊല്യൂഷൻ്റെ ഡെഫിനീഷൻ്റെ ഒന്നാമത്തെ കണ്ടീഷൻ ഇതാണ്. റൗൾസ് ലോ ഒബേ ചെയ്യണം എനി കണ്ടീഷനിൽ. രണ്ടാമത്തത് എൻതാൽപ്പി ഓഫ് മിക്സിങ് ΔH മിക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അതേപോലെ ΔV മിക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസ് ഓർത്ത് വെക്കുക. എല്ലാ കണ്ടീഷൻസിലും എല്ലാ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷനിലും റൗൾസ് ലോ ഒബേ ചെയ്യണം. അതേപോലെ എൻതാൽപ്പി ഓഫ് മിക്സിങ്ങും എൻതാൽപ്പി ഓഫ് വോളിയവും എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതായത് ചേഞ്ച് ഇൻ വോളിയം ഉണ്ടാകാൻ പാടില്ല. വോളിയം സൊല്യൂഷനിൽ ആഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ സൊല്യൂഷൻ ആയതിനു ശേഷവും അവിടെ വോളിയം ചേഞ്ച് ഉണ്ടാകാൻ പാടില്ല. എൻതാൽപ്പി എനർജി ലോസ് ഉണ്ടാകാൻ പാടില്ല. ഹീറ്റ് റിലീസ് ഉണ്ടാകാൻ പാടില്ല. ക്ലിയർ? ΔH മിക്സ്, അതായത് ബിഫോർ മിക്സിങ്ങും ആഫ്റ്റർ മിക്സിങ്ങും എനർജി സെയിം ആയിരിക്കണം, വോളിയം സെയിം ആയിരിക്കണം. ക്ലിയർ? സച്ച് എ സൊല്യൂഷൻ ഈസ് കോൾഡ് ഐഡിയൽ സൊല്യൂഷൻ. ഇതാണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഐഡിയൽ സൊല്യൂഷൻ്റെ എക്സാമ്പിളും നിങ്ങൾ ഓർത്തിരിക്കുക മക്കളെ. ടെക്സ്റ്റിൽ 2-3 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. എൻ ഹെക്സെയിൻ, എൻ ഹെപ്റ്റെയിൻ, അതേപോലെ ക്ലോറോ ഈഥെയിന്, ബ്രോമോ ഈഥെയിന്. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ബെൻസീൻ ടൊളുവിൻ, ബെൻസീൻ
and toluene. These are examples for ideal solution. Ideal alla, but almost ideal ആയിട്ടുള്ള solutions ആണിത്. Okay. അപ്പോൾ എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക. പിന്നെന്താ ചോദിച്ചിട്ടുള്ളത്? മോഡിഫൈ ദ എബോവ് പ്ലോട്ട് ഫോർ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ ഗ്രാഫ് എങ്ങനെയായിരിക്കും? മക്കളെ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ. പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? അപ്പോൾ റൗൾസ് ലോ ഒബേ ചെയ്യാത്ത ആൾക്കാരാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. റൗൾസ് ലോ എന്തായിരുന്നു? P1 ഈസ് ഈക്വൽ ടു P10x1, P2 ഈസ് ഈക്വൽ ടു P20x2. ഇതല്ലേ റൗൾസ് ലോ പ്രകാരം ഇക്വേഷൻ. അപ്പോൾ റൗൾസ് ലോ ഒബേ ചെയ്യാത്ത നോൺ ഐഡിയൽ സൊല്യൂഷൻസിന് ഇത് നോട്ട് ഈക്വൽ ടു ആയിരിക്കും. P1 നോട്ട് ഈക്വൽ ടു P10x1 ആയിരിക്കും. P2 നോട്ട് ഈക്വൽ ടു P20x2 ആയിരിക്കും. അപ്പോൾ നോൺ ഐഡിയൽ സൊല്യൂഷനിൽ പോസിറ്റീവ് ഡീവിയേഷൻ ഉണ്ട്, നെഗറ്റീവ് ഡീവിയേഷൻ ഉണ്ട്. പോസിറ്റീവ് ഡീവിയേഷൻ എന്താ? P1 ഗ്രേറ്റർ ആയിരിക്കും, പ്രഷർ കൂടുതലായിരിക്കും, വേപ്പർ പ്രഷർ ഹയർ ആയിരിക്കും. സോ പോസിറ്റീവ് ഡീവിയേഷൻ ആവുന്ന സമയത്ത് P1 വിൽ ബി ഗ്രേറ്റർ ദാൻ P10x1, P2 വിൽ ബി ഗ്രേറ്റർ ദാൻ P20x2. ഇതാണ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ വരക്കുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ എങ്ങനെ വരക്കൂടാ? നമ്മൾ ഇങ്ങനെയാണ് P1 വരച്ചത്, ഇങ്ങനെയാണ് P2 വരച്ചത്, ഇതാണ് P ടോട്ടൽ വരച്ചത് അല്ലേ? ഇത് P1, ഇത് P2, ഇത് P ടോട്ടൽ നമ്മൾ വരച്ചു. ഇങ്ങനെ വരച്ചു. ഇത് ഐഡിയൽ സൊല്യൂഷൻ ആയിരുന്നു. അപ്പോൾ ഇവിടെ P1 ഹയർ ആണ്, P2 ഹയർ ആണ്. അപ്പോൾ രണ്ടും നമ്മൾ പോസിറ്റീവ് ഡീവിയേഷൻ കൊടുക്കണം. ശ്രദ്ധിച്ചോ, പോസിറ്റീവ് ഡീവിയേഷൻ കൊടുക്കുക. ഇങ്ങനെ പോസിറ്റീവ് ഡീവിയേഷൻ കൊടുക്കണം. എല്ലാവർക്കും മുകളിലൂടെ ഇങ്ങനെ ഒരു കേവ് കൊടുക്കുക. P ടോട്ടലും P1ഉം P2 ഒക്കെ ഇൻക്രീസ് ആവും. ഓക്കെ. അപ്പോൾ ഇതാണ് പോസിറ്റീവ് ഡീവിയേഷൻ്റെ ഗ്രാഫ്. നെഗറ്റീവ് ഡീവിയേഷൻ അപ്പോൾ എങ്ങനെയായിരിക്കും? നേരെ അടിയിലോട്ട് കർവ്, ഇതേ കർവ് തന്നെ അടിയിലോട്ട് വരക്കുക. P1ൻ്റെയും P2ൻ്റെയും P ടോട്ടലിൻ്റെയൊക്കെ അടിയിലോട്ട് വരക്കുക. സോ നെഗറ്റീവ് ഡീവിയേഷൻ ആവും. ഓക്കെ അല്ലടാ? പോസിറ്റീവ് ഡീവിയേഷൻ്റെ എക്സാമ്പിൾസ് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? എത്തനോൾ പ്ലസ് അസറ്റോൺ പോസിറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിളാണ്. CCl4 പ്ലസ് അസറ്റോൺ പോസിറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിളാണ്. കാർബൺ ഡൈസൾഫൈഡ് പ്ലസ് അസറ്റോൺ പോസിറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിളാണ്. എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെഗറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിൾ പറയാൻ പറ്റുമോ? നെഗറ്റീവ് ഡീവിയേഷന് ക്ലോറോഫോം പ്ലസ് അസറ്റോൺ നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. അനിലിൻ ആൻഡ് ഫിനോൾ നെഗറ്റീവ് ഡീവിയേഷന് എക്സാമ്പിളാണ്. അപ്പോൾ ഓർത്ത് വെക്കണേ ഈ പറഞ്ഞ എക്സാമ്പിൾസ്. ഇപ്പോൾ 3 പോസിറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിൾ പറഞ്ഞു, 2 നെഗറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിൾ പറഞ്ഞു, ഐഡിയൽ സൊല്യൂഷൻ്റെ 3 എക്സാമ്പിൾ പറഞ്ഞു. ഇത് ഓർത്ത് വെക്കണം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ഇനി. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ് ഈസ്. ഏതാണ്? ഏതിൻ്റെ ഇക്വേഷനാണ് പറഞ്ഞിട്ടുള്ളത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ് ഈസ് ഏതാടാ? മൊളാലിറ്റി ആണ്. മൊളാലിറ്റി കേട്ടോ, സ്മോൾ ലെറ്റർ M. മൊളാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. W1 ഇൻ കിലോഗ്രാം ആണ്. ഓക്കെ. അപ്പോൾ മൊളാലിറ്റിയുടെ ഇക്വേഷൻ ആണത്. ഇനി എന്താണ്? ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് എ സൊല്യൂട്ട് ഈസ് ഡിസോസിയേറ്റഡ് ഓർ അസോസിയേറ്റഡ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ബൈ വാനോസ് ഫാക്ടർ സബ്സ്റ്റൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ആ ഇക്വേഷൻ ഇതാണ് ചോദ്യം. അതായത് എക്സ്റ്റെൻറ്റ് ടു വിച്ച് സൊല്യൂട്ട് ഈസ് ഡിസോസിയേറ്റഡ് ഓർ അസോസിയേറ്റഡ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ബൈ വാനോസ് ഫാക്ടർ. ഞാൻ പറഞ്ഞില്ല I ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും ഫോർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. I greater than 1 ആയിരിക്കും ഫോർ ഡിസോസിയേഷൻ. I less than 1 ആയിരിക്കും ഫോർ അസോസിയേഷൻ. And if there is no association or dissociation, then I will be is equal to 1. I equal to 1 ആയിരിക്കും if there is no association or dissociation. ഓർത്ത് വെക്കാം. ഇനി ദ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ബെൻസീൻ. വീണ്ടും ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടു നോക്കാം നമുക്ക്. Vapor pressure of pure benzene at a certain temperature is 0.850 bar. A non-volatile, non-electrolyte solid weighing 0.5 gram is when added to 39 gram of benzene
vapor pressure becomes 0.845 bar. What is the molar mass of the solid substance എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ് അവിടെ സംഭവിക്കുന്നത്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് വേണം ഈ പ്രോബ്ലം ചെയ്യാൻ. യെസ്. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റാസ് ആദ്യം എഴുതിയിരിക്കുക. വേപ്പർ പ്രഷർ അവിടെ ബെൻസീനാണ് സോൾവെൻറ്റ്. കാരണം ബെൻസീനിലോട്ടാണ് നമ്മൾ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുന്നത് 0.5 ഗ്രാം. അപ്പോൾ ബെൻസീന് സോൾവെൻറ്റ് സൊല്യൂട്ട് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ബെൻസീൻ്റെ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ബെൻസീൻ അറ്റ് സെർട്ടൻ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അതായത് വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ബെൻസീൻ എന്ന് പറഞ്ഞാൽ എന്താടാ P10 അല്ലേ. P10 തന്നിട്ടുണ്ട്. എത്ര 0.850 ബാറാണ് തന്നിട്ടുണ്ട്. ദെൻ നോൺ വോളറ്റൈൽ സൊല്യൂട്ടിൻ്റെ മാസ് തന്നിട്ടുണ്ട് 0.5 ഗ്രാം ആണ്. ഈസ് ആഡഡ് ടു 39 ഗ്രാം ഓഫ് ബെൻസീൻ. അപ്പോൾ W1 സോൾവെൻറ്റിൻ്റെ മാസ് തന്നിട്ടുണ്ട് 39 ഗ്രാം ആണ്. ദെൻ മോളാർ മാസ് ഓഫ് സോൾവെൻറ്റ് തന്നിട്ടുണ്ട് 78 ഗ്രാം പെർ മോളാണ്. വേപ്പർ പ്രഷർ ബിക്കംസ് 0.845 ബാർ തന്നിട്ടുണ്ട്. അതായത് P1 ഈസ് ഈക്വൽ ടു തന്നിട്ടുണ്ട്. വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ ആണ് കേട്ടോ അത് 0.845 ബാർ തന്നിട്ടുണ്ട്. ഇനി മോളാർ മാസ് ഓഫ് സോളിഡ് സബ്സ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കുക. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഡെൽറ്റ P ബൈ P10 ഈസ് ഈക്വൽ ടു എന്താണ് W2 ബൈ M2 ഇൻറ്റു M1 ബൈ W1 ആണ് അല്ലേ. ഇതിൽ നമുക്ക് ഡെൽറ്റ P അറിയില്ല. അപ്പോൾ ഡെൽറ്റ P ആദ്യം കാണണം. ഡെൽറ്റ P ഈസ് ഈക്വൽ ടു എന്താ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ് ഡെൽറ്റ P. അതായത് P10 മൈനസ് P1 ആണ്. P10 നമുക്കറിയാം 0.850 തന്നിട്ടുണ്ട്. മൈനസ് 0.845 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 0.005 ബാറാണ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ 0.005. അപ്പോൾ ആ ഒരു പോയിന്റിൽ നമുക്കത് ഇട്ട് കൊടുക്കാം. 0.005 ബൈ P10 ഈസ് ഈക്വൽ ടു W2 ഇൻറ്റു M1 ബൈ M2 ഇൻറ്റു W1. നമ്മളോട് കാണാൻ വേണ്ടിയിട്ടുള്ളത് എന്താ മോളാർ മാസ് ഓഫ് സോളിഡ് സബ്സ്റ്റൻസ്. അതായത് M2 ആണ് കാണാൻ വേണ്ടിയുള്ളത്. M2 മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാവരെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. M2 ഈസ് ഈക്വൽ ടു P10 ഇൻറ്റു W2 ഇൻറ്റു M1 ബൈ 0.005 ഇൻറ്റു W1. വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുത്ത് നോക്കൂ. P10 0.850, W2 0.5 ഇൻറ്റു M1 78 ആണ്. ഡിവൈഡഡ് ബൈ 0.005 ഇൻറ്റു W1 39 ആണ്. ചെയ്ത് നോക്കുക. കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കൂ വാല്യൂസ്. ആൻസർ കിട്ടും. 170 ഗ്രാം പെർ മോളാണ് ആൻസർ കിട്ടുക. കിട്ടിയവരൊന്ന് കമൻറ്റ് ചെയ്തേ. ആൻസർ കമൻറ്റ് ചെയ്യുക കേട്ടോ. പെട്ടെന്ന് തന്നെ കാൽക്കുലേറ്റർ എടുത്തിട്ട് തന്നെ മുന്നിൽ ഇരിക്കുക. എന്നിട്ട് ചെയ്യുന്നതിന് കൂടെ തന്നെ ചെയ്തു പോവാം. ഇതേപോലത്തെ പ്രോബ്ലംസ് എന്തായാലും ചോദിക്കും. ഇപ്പോൾ തന്നെ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഏത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള പ്രോബ്ലംസ്. അപ്പോൾ അത് ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ 3 മാർക്സിന് സൊല്യൂഷൻ ചാപ്റ്ററിന് ഷുവറാണ്. അതൊരു പ്രോബ്ലം എന്തായാലും ഉണ്ടാവും. അപ്പോൾ എല്ലാ ഇക്വേഷൻസും ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ ആ ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലം എന്തായാലും ഉണ്ടാവും. ഓക്കെ, പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇന്ന് തന്നെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അടുത്ത് നോക്കിക്കേ. ഓസ്മോട്ടിക് പ്രഷർ ഈസ് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. വാട്ട് ഈസ് ഓസ്മോട്ടിക് പ്രഷർ? എന്താണ് ഓസ്മോട്ടിക് പ്രഷർ? ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഓസ്മോസിസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓസ്മോസിസ് എന്താണ്? ഓസ്മോസിസ് നിങ്ങൾ ബയോളജിയിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഈ ഓസ്മോസിസ് എന്താ? മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ അല്ലേ. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ സോൾവെൻറ്റിൽ നിന്നുള്ള പാർട്ടിക്കിൾസ് സൊല്യൂഷനിലോട്ട് മൂവ് ചെയ്യുന്നതിന്
അതായത് മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ ഫ്രം സോൾവെൻറ്റ് ടു സൊല്യൂഷൻ, അതിന് പറയുന്ന പേരാണെന്ത്? ഓസ്മോസിസ്. അപ്പോൾ ഇവിടെ സോൾവെൻറ്റും ഇവിടെ സൊല്യൂഷനും ഞാൻ എടുക്കുകയാണെങ്കിൽ ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ലെയറുമായിട്ട്. ഇതിന് SPM എന്ന് പറയും, സെമി പെർമിയബിൾ മെംബ്രെയിൻ. സെമി പെർമിയബിൾ മെംബ്രെയിൻ, എഗ് മെംബ്രെയിനൊക്കെ എക്സാമ്പിളാണ്. അപ്പോൾ ഈ സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് ഇവിടെ നിന്നും ഈ സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ എങ്ങോട്ടേക്ക് പാസ് ചെയ്യും? സൊല്യൂഷനിലൂടെ പോകും. അതാണ് ഓസ്മോസിസ്. അപ്പോൾ നമ്മൾ ഈ സൊല്യൂഷൻ്റെ സൈഡിൽ ഇവിടെ ഞാനിങ്ങനെ പ്രഷർ കൊടുക്കുക. അങ്ങനെ പ്രഷർ കൊടുക്കുന്ന സമയത്ത് ഈ മൂവ്മെൻറ്റ് ഇങ്ങനെ സ്ലോ ആയി വരും. ആ പ്രഷർ, ഒരു പെർട്ടിക്കുലർ പ്രഷർ എത്തുന്ന സമയത്ത് ഈ ഒരു മൂവ്മെൻറ്റ് സ്റ്റോപ്പാവും. അപ്പം നമ്മൾ എത്ര പ്രഷർ കൊടുത്തപ്പോഴാണോ ഈ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ ഫ്രം സോൾവെൻറ്റ് ടു സൊല്യൂഷൻ സ്റ്റോപ്പ് ആയത്, ആ ഒരു പ്രഷറിനെ പറയുന്ന പേരാണ് ഓസ്മോട്ടിക് പ്രഷർ. ദ പ്രഷർ റിക്വയർഡ് ടു ജസ്റ്റ് സ്റ്റോപ്പ് ദ ഫ്ലോ ഓഫ് പാർട്ടിക്കിൾ ഫ്രം സോൾവെൻറ്റ് ടു സൊല്യൂഷൻ. സൊല്യൂഷൻ സൈഡിൽ അപ്ലൈ ചെയ്യുന്ന ഒരു പ്രഷറാണ് ഈ ഓസ്മോട്ടിക് പ്രഷർ കേട്ടോ. ഇൻ ഓർഡർ ടു സ്റ്റോപ്പ് ദ പാർട്ടിക്കിൾ മൂവ്മെൻറ്റ് ഫ്രം സോൾവെൻറ്റ് ടു സൊല്യൂഷൻ. ഓക്കെ അല്ലടാ? ക്ലിയർ അല്ലേ? സോൾവെൻറ്റിൽ നിന്നും പാർട്ടിക്കിൾസ് സൊല്യൂഷൻസിലോട്ട് മൂവ് ചെയ്യുന്ന ആ ഒരു ഓസ്മോസിസ് എന്ന് പറയുന്ന മൂവ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ സൊല്യൂഷൻ സൈഡിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ, അതാണ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഇക്വേഷൻ ഒന്നും കൂടി ഒന്ന് ഓർത്തിരിക്കൂ. പൈ ഈസ് ഈക്വൽ ടു എന്താണ്? CRT. പൈ ഈസ് ഈക്വൽ ടു CRT, where പൈ ഈസ് ദ ഓസ്മോട്ടിക് പ്രഷർ, C ഈസ് ദ മൊളാരിറ്റി, R ഈസ് ദ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആൻഡ് T ഈസ് ദ ടെമ്പറേച്ചർ. യെസ്. ഇനി നോക്കിക്കേടാ, നമുക്ക് ആ പ്രോബ്ലം ഒന്ന് നോക്കാം. നമുക്ക് 1 gram of a non-electrolyte solute dissolved in 50 gram of benzene lowered the freezing point of benzene by 0.40 Kelvin. Freezing point depression constant of benzene is 5.12 Kelvin kilogram per mole. Find the molar mass of the solute. അവിടെ നിങ്ങൾക്ക് കാണാം ഫ്രീസിങ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് വെച്ചിട്ടുള്ള പ്രോബ്ലം. അപ്പോൾ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു എന്താണ്? KF ഇൻറ്റു 1000 ഇൻറ്റു W2 ബൈ M2 ഇൻറ്റു W1 അല്ലേ? സോറി, M2 ഇൻറ്റു രസോടെ M2 ഇൻറ്റു W1. ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യണം. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഏതാണ്? ഫൈൻഡ് ദ മോളാർ മാസ് ഓഫ് സൊല്യൂട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് M2 ആണ് നമുക്ക് കാണേണ്ടത്. ബാക്കി എന്തൊക്കെ തന്നിട്ടുണ്ട് നോക്കിക്കേ. തന്ന ഡാറ്റാസ് ഒന്ന് എഴുതിയെടുക്കുക. ഒന്ന് എഴുതിയെടുത്തേ. 1 gram ഓഫ് നോൺ ഇലക്ട്രോലൈറ്റ് സൊല്യൂട്ട് ഡിസോൾഡ്. അപ്പോൾ W2 എന്ന് പറയുന്നത് 1 gram ആണ്. 50 gram ഓഫ് ബെൻസീൻ ആണ്. സോ W1 എന്താണ്? 50 ആണ്, 50 gram ആണ്. ലോവേർഡ് ദ ഫ്രീസിങ് പോയിന്റ് ഓഫ് ബെൻസീൻ ബൈ 0.40 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡെൽറ്റ TF എത്രയാണ്? 0.40 ആണ്. ഇനി ഫ്രീസിങ് പോയിന്റ് ഡിഫ്രഷൻ കോൺസ്റ്റന്റ് ഓഫ് ബെൻസീൻ തന്നിട്ടുണ്ട്, അതായത് KF തന്നിട്ടുണ്ട്. എത്രയാണ്? 5.12 ആണ്. എല്ലാ ടേംസും തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഇനി എന്ത് കണ്ടാൽ മതി? M2 കണ്ടാൽ മതി. M2 ഈസ് ഈക്വൽ ടു എന്താണ്? KF ഇൻറ്റു 1000 ഇൻറ്റു W2 ബൈ ഡെൽറ്റ TF ഇൻറ്റു W1. KF എത്രയാണ്? 5.12 ഇൻറ്റു 1000 ഇൻറ്റു W2 എത്രയാടാ? 1 gram ആണ്. ഡിവൈഡഡ് ബൈ ഡെൽറ്റ TF 0.40 ഇൻറ്റു W1 എത്രയാണ് തന്നിട്ടുള്ളത്? 50 gram ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇക്വേഷനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വാല്യൂസ് ഒന്ന് കാണാം. എത്ര കിട്ടും ആൻസർ? 1000 into 5.12 divided by 0.40 into 50. 256 answer കിട്ടും. 256 gram per mole is the answer. കിട്ടിയോടാ? യെസ്, ചെയ്യാം.
ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണോ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് വരിക ഡയറക്റ്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ ഏറി വന്ന ഒരു ലിറ്ററിനെ അല്ല സെൻറ്റിമീറ്റർ ക്യൂബിനെ ലിറ്ററിലേക്ക് ആക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചാൽ മാത്രം മതി ബാക്കിയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാൻ പറ്റും പ്രാക്ടീസ് ചെയ്യാം കേട്ടോ യെസ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേടാ ഹെൻറീസ് ലോ ഈസ് റിലേറ്റഡ് ടു സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ലോ ഏതാണെന്ന് ചോദിക്കാറുണ്ട് ഏതാണ് ലോ ഹെൻറീസ് ലോ ആണ് ഹെൻറീസ് ലോ എന്താ പറയുന്നത് സ്റ്റേറ്റ് ഹെൻറീസ് ലോ എന്താണ് അപ്പം ഇൻ ദ കേസ് ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് solubility is directly proportional to its pressure അതാണ് ഇക്വേഷൻ വരുന്നത് അല്ലെങ്കിൽ ഹെൻറീസ് ലോ വരുന്നത് പി പ്രപ്പോർഷണൽ ടു സി ആണ് അല്ലെങ്കിൽ പി ഈസ് ഈക്വൽ ടു കെ എച്ച് ഇൻറ്റു സി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം പ്രഷർ ഈസ് ഡയറക്ട്ലി പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എന്താണ് മോൾ ഫ്രാക്ഷൻ ആണ് എക്സ് ആണ് പി ഈസ് ഈക്വൽ ടു കെ എച്ച് ഇൻറ്റു എക്സ് ഇത് രണ്ടും എന്ത് തന്നെയാണ് ഹെൻറീസ് ലോയുടെ ഇക്വേഷൻ ആണ് പി ഈസ് പാർഷ്യൽ പ്രഷർ കെ എച്ച് എന്ത് എന്താ കെ എച്ച് ഹെൻറീസ് ലോ കോൺസ്റ്റൻ്റ് ആണ് ഹെൻറീസ് കോൺസ്റ്റൻറ്റ് എക്സ് ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ അപ്പോൾ ഇതാണ് ഹെൻറീസ് ലോ അപ്പോൾ ഹെൻറീസ് ലോ എന്താ വരുന്നത് ഗ്യാസ് ഇൻ ലിക്വിഡിൻ്റെ കേസിൽ അതായത് ഗ്യാഷ്യസ് ആയിട്ടുള്ള സൊല്യൂട്ടിനെ നമ്മൾ ലിക്വിഡ് സോൾവെൻറ്റിലോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രഷർ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് സൊല്യൂബിലിറ്റി നമ്മൾ കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഗ്യാസ് ഡിസോൾവ് ആവുന്നു ഓക്കെ അല്ലേ അതിൻ്റെ അപ്ലിക്കേഷൻസ് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ അപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറീസ് ലോ അപ്പോൾ ഇവിടെ നോക്കിക്കേ നിങ്ങൾ സ്റ്റേറ്റ് ഹെൻറീസ് ലോ പണ്ടുണ്ടോ അത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി റൈറ്റ് എനി 2 അപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറീസ് ലോ ഹെൻറീസ് ലോയുടെ അപ്ലിക്കേഷൻസ് 3 അപ്ലിക്കേഷൻസ് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊക്കെയാണ് ഹെൻറീസ് ലോയുടെ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സോഡ ഇല്ലേ അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇല്ലേ പെപ്സി 7 കൊക്കോളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ സോഫ്റ്റ് ഡ്രിങ്ക്സ് അതായത് കാർബണേറ്റഡ് വാട്ടേഴ്സ് ഫുള്ള് കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ് ആക്കിയിട്ടുള്ള ഡ്രിങ്ക്സ് ഇതിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് ഏതാ ഹെൻറീസ് ലോ ആണ് ഹെൻറീസ് ലോ പ്രകാരം നിങ്ങൾ ഇപ്പോൾ പറഞ്ഞു അവിടെ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ സൊല്യൂബിലിറ്റി കൂടും പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് അല്ലേ അപ്പോൾ സോഡ പാക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ചെയ്യുന്നത് ഹൈ പ്രഷറിലാണ് പാക്ക് ചെയ്യുക ടൈറ്റ്ലി പാക്ക് ചെയ്യും നല്ല പ്രഷർ കൊടുത്തിട്ട് കാരണം എന്താ അപ്പം നല്ല പ്രഷർ കൊടുക്കും പ്രഷർ കൂടുന്ന സമയത്ത് സൊല്യൂബിലിറ്റി കൂടും അപ്പോൾ CO2 ഗ്യാസ് ഒക്കെ ഈ വെള്ളത്തിനകത്തേക്ക് എന്താവും ഡിസോൾവ് ആയിട്ട് നിൽക്കും ക്ലിയർ ഇനി നമ്മൾ ആ ക്യാപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും പ്രഷർ കുറയുന്നു പ്രഷർ കുറയുമ്പോൾ സൊല്യൂബിലിറ്റി കുറയുമ്പം ആ വെള്ളത്തിൽ ഡിസോൾവ് ആയില്ല കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ പുറത്തു വരാൻ തുടങ്ങും അതാണ് ഈ നമ്മൾ ഈ മൂടി തുറക്കുന്ന സമയത്ത് ഇങ്ങനെ പതഞ്ഞു വരുന്നത് ക്ലിയർ അപ്പോൾ അതെന്തിന് ആപ്ലിക്കേഷനാണ് പാക്കിംഗ് ഓഫ് സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോ ക്ലിയർ ആണോ അതേപോലെ ഇനി ബ്ലെൻഡ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് സ്ക്യൂബ ഡൈവേഴ്സിനൊക്കെ വരുന്ന ഒരു കണ്ടീഷനാണ് ബ്ലെൻഡ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കണ്ടീഷൻ അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്ക്യൂബ ഡൈവേഴ്സൊക്കെ എന്ത് യൂസ് ചെയ്യും മാസ്കിൽ അതേപോലെ നമ്മളെ ടാങ്ക് യൂസ് ചെയ്യുന്ന കണ്ടില്ല നിങ്ങൾ അതെന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ നമ്മൾ സ്ക്യൂബ ഡൈവേഴ്സ് അടിയിലോട്ട് സ്വിം ചെയ്യുന്ന സമയത്ത് പ്രഷർ കൂടുതലാണ് പ്രഷർ കൂടുമ്പോൾ എന്ത് ചെയ്യും സൊല്യൂബിലിറ്റി കൂടും അപ്പോൾ ബ്ലഡിലോട്ട് ആ അറ്റ്മോസ്ഫിയർ ഗ്യാസസ് ഒക്കെ ഇങ്ങനെ ഡിസോൾവ് ആകാൻ തുടങ്ങും അപ്പോൾ ഈ ഗ്യാസുകൾ ഡിസോൾവ് ആയിട്ട് നമ്മൾ തിരിച്ച് സ്ക്യൂബ ഡൈവേഴ്സ് സ്വിം ചെയ്യുന്ന സമയത്ത് പ്രഷർ വീണ്ടും ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ട് വരില്ലേ പ്രഷർ കുറയുമ്പോൾ സൊല്യൂബിലിറ്റി കുറയും അപ്പോൾ ഈ ഡിസോൾവ് ആയിട്ടുള്ള ഗ്യാസുകൾ പുറത്ത് വരാൻ തുടങ്ങും അപ്പോൾ ഈ ഗ്യാസുകൾ പുറത്ത് വരുമ്പോൾ ബബിളായിട്ടാണ് വരിക ഈ ബബിൾസ് നമ്മൾ ആർട്ടറീസ് അതേപോലെ വെയിൻസ് ഒക്കെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങും കാപ്പിലറീസ് ബ്ലോക്ക് ചെയ്യും അപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് ബ്ലെൻഡ് എന്ന് പറയുന്ന കണ്ടീഷൻ മൂക്കിലൂടെയൊക്കെ ബ്ലഡൊക്കെ വന്നിട്ട് ബോധം ഒക്കെ പോകുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകും ബ്ലെൻഡ് അപ്പോൾ ഈ ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെന്ത് യൂസ് ചെയ്യുന്നത് ആ ട്യൂബ് യൂസ് ചെയ്യുന്നത് സിലിണ്ടർ യൂസ് ചെയ്യുന്നത് ആ സിലിണ്ടറിൽ അവർ ഓക്സിജൻ്റെ കൂടെ ഹീലിയം ഒക്കെ മിക്സ് ചെയ്യും ലെസ് സൊല്യൂബിൾ ആയിട്ടുള്ള നോബൽ ഗ്യാസസ് ആയിട്ടുള്ള ഹീലിയം ഒക്കെ അതിൽ ഡിസോൾവ് ആക്കി വെക്കും ക്ലിയർ അപ്പോൾ ഈ ബ്ലെൻഡ് എന്ന് പറയുന്ന കണ്ടീഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ എന്ത് ആപ്ലിക്കേഷൻ അവിടെ യൂസ് ചെയ്യുന്നത് ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മെഡിക്കൽ കണ്ടീഷൻ ഓർത്ത് വെക്കുക സ്ക്യൂബ ഡൈവേഴ്സിന് വരുന്ന മെഡിക്കൽ കണ്ടീഷൻ ബ്ലെൻഡ് അതേപോലെ ഈ ട്രക്കിങ്ങിനും ക്ലൈംബിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാർ ഹൈ റേഞ്ചിലോട്ടൊക്കെ ട്രക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് വരുന്ന കണ്ടീഷനാണ് അനോക്സിയ ഈ അനോക്സിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഒഴിവാക്കാൻ നമ്മൾ ഓക്സിജൻ മാസ്കുകൾ യൂസ് ചെയ്യും ട്രക്കിങ്ങിൻ്റെ സമയത്ത് ഇതും ഒരു ആപ്ലിക്കേഷനാണ് ഹെൻറീസ് ലോയുടെ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹയർ റീജിയനിലോട്ട് പോകുന്ന സമയത്ത് അവിടെ പ്രഷർ കുറയുന്ന സമയത്ത് സൊല്യൂബിലിറ്റി കുറയും അപ്പം നമ്മുടെ ബ്ലഡിലൊക്കെയുള്ള ഓക്സിജൻ ഡിസോൾവ് ആയിട്ടുള്ള ഓക്സിജൻ്റെ അളവ് കുറയും ക്ലിയർ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് ബോധക്ഷയമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ആ ഒരു കണ്ടീഷനാണ് അനോക്സിയ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓക്സിജൻ മാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്നത് ഓക്കെ
അപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോയിൽ ഓർത്ത് വെക്കുക. ഒന്ന് പാക്കിംഗ് ഓഫ് സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതേപോലെ ബ്ലെൻഡ്, മെഡിക്കൽ കണ്ടീഷൻ ബ്ലെൻഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നു, സിലിണ്ടേഴ്സ് യൂസ് ചെയ്യുന്നു, അതേപോലെ ഓക്സിജൻ മാസ്കുകൾ യൂസ് ചെയ്യുന്നു ഇൻ ഓർഡർ ടു അവോയ്ഡ് അനോക്സിയ. ഇതൊക്കെ ആപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. 1000 centimeter cube of an aqueous solution of a protein contains 1.26 gram of protein. ഓസ്മോട്ടിക് പ്രഷർ തന്നിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അവിടെ വോളിയം മാത്രമേ മാറിയിട്ടുള്ളൂ. നിങ്ങൾ നോക്കിക്കേ, എന്താ കാണാൻ പറ്റുള്ളത്, മോളാർ മാസ് ആണ് കാണാൻ പറ്റുള്ളത്. നിങ്ങൾക്കറിയാം പൈ വി ഈസ് ഈക്വൽ ടു എന്താണ്, ഞാൻ പറഞ്ഞു പൈ ഈസ് ഈക്വൽ ടു CRT ആണ്. സി എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി ആണ്. N2RT/V എന്ന് നമുക്ക് കൊടുക്കാം പൈയിനെ. ദാറ്റ് ഈസ് പൈ വി ഈസ് ഈക്വൽ ടു W2RT/M2 ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ, ഓസ്മോട്ടിക് പ്രഷർ. അങ്ങനെയാണെങ്കിൽ M2 ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ, W2RT/V അല്ലേ. ഇതിട്ട് കൊടുത്താൽ മതി ഇക്വേഷനിൽ. നോക്കുക, W2 തന്നിട്ടുണ്ട് 1.26 തന്നിട്ടുണ്ട്, ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.083, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 300 Kelvin തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ പൈയിൻ്റെ വാല്യൂ എത്രയാണ്, ഓസ്മോട്ടിക് പ്രഷർ തന്നിട്ടുള്ളത് 2.57 × 10⁻³ ആണ്, ഇൻറ്റു വോളിയം തന്നിട്ടുണ്ട് 1000 cm³. അവിടെ ആകെ മനസ്സിലാക്കാനുള്ള ഒരേ ഒരു കാര്യം അതാ. യെസ് മൊജോ ബോയ്, ശ്രദ്ധിക്കുക കേട്ടോ, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അവിടെ തന്നിട്ടുള്ളത് നോക്ക്, വി വോളിയം 1000 cm³ തന്നുള്ളത്. നിങ്ങൾക്ക് അറിയാം 1000 cm³ എന്ന് പറഞ്ഞാൽ എത്രടാ, 1 ലിറ്ററാണ്. അപ്പോൾ 1000 cm³ നമ്മൾ അവിടെ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. കാരണം ആറിൻ്റെ വാല്യൂ 0.083 വന്നപ്പോൾ അവിടെ യൂണിറ്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾ, ഇത് ലിറ്ററല്ലേ തന്നിട്ടുള്ളത്. അപ്പോൾ വോളിയത്തിന് നമ്മൾ ലിറ്ററിൽ വേണം എടുക്കാൻ. അപ്പോൾ 1000 cm³ പകരം നമ്മൾ എന്തെടുക്കുക, 1 ലിറ്ററിൻ്റെ 1 എന്നെടുക്കുക. ഓക്കെ, ബാക്കി നിങ്ങൾ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. നിങ്ങളതൊന്ന് ചെയ്ത് നോക്കടാ. 1.26 × 0.083 × 300 divided by 2.57 × 10⁻³ -3. Yes, 12.207 × 10⁻³ ആണ് ആൻസർ കിട്ടുന്നത്, ഗ്രാം പെർ മോൾ. കിട്ടിയോ? യെസ്, ഹായ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ വർഷത്തെ ക്വസ്റ്റ്യൻസ്, എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ ഇൻ എ മിക്സ്ചർ കണ്ടെയ്നിങ് ഈക്വൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ആൻഡ് എത്തനോൾ ഈസ്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ ഇൻ എ മിക്സ്ചർ കണ്ടെയ്നിങ് ഈക്വൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ആൻഡ് എത്തനോൾ ആണ് ചോദിച്ചിട്ടുള്ളത്. മോൾ ഫ്രാക്ഷൻ്റെ ഇക്വേഷൻ അറിയെങ്കിൽ അത് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി കോമ്പണൻറ്റ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂഷൻ അല്ലേ. അവിടെ നമ്മളോട് നമ്പർ ഓഫ് മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടറാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ബൈ ടോട്ടൽ മോൾസ് ഓഫ് സൊല്യൂഷൻ അല്ലേ. സൊല്യൂഷനിൽ വാട്ടറിന് കൂടാതെ പിന്നെ ആരാ ഉള്ളത്, വാട്ടർ ആൻഡ് എത്തനോളാണ്. അപ്പോൾ NOH2O + NO വരും. ഇനി NOH2O ബൈ അവിടെ പറഞ്ഞിട്ടുണ്ട് ഈക്വൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ആൻഡ് എത്തനോൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ എന്താ, എത്തനോളും സെയിമാണ്. അപ്പോൾ 2 × NOH2O ഇങ്ങനെ എഴുതി കൂടെ, അതായത് 1/2 ആണ് എനിക്ക് ആൻസർ കിട്ടുക. 1/2 എന്ന് പറഞ്ഞാൽ 0.5. ഓക്കെ അല്ലേ. അപ്പോൾ മോൾ ഫ്രാക്ഷൻ അവിടെ എന്താ വരുന്നത്, 0.5 ആണ് വരിക. ഇക്വേഷൻ ഓർത്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, യെസ്. നോക്കാം സർ, റീപ്ലേ പ്ലീസ്. ഹായ്
BBHHH എന്ത് പേരാടാ? യെസ്, നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The following are the vapor pressure curves of a pure solvent and a solution of a non-volatile solute in it. ഇവിടെ നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ വരുന്നൊരു ഗ്രാഫാണ്. എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റിൻ്റെ ഗ്രാഫാണിത് കേട്ടോ. അപ്പോൾ ഗ്രാഫും പഠിച്ചിരിക്കണം. എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റിൽ അതേപോലെ ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിൻറ്റിലൊക്കെ നമുക്ക് ഗ്രാഫ് പഠിക്കാനുണ്ട്. അത് നിർബന്ധമായിട്ടും നോക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കേടാ, ഇവിടെ based on the above curves answer the following question. What do curves A and B indicates? എയുടെയും ബിയുടെയും ഗ്രാഫ് തന്നിട്ടുണ്ട്. അതിൽ എ എന്താണ്, ബി എന്താണെന്ന് ചോദിച്ചത്. ആരുടെ ഗ്രാഫാണ് എ, ആരുടെ ഗ്രാഫാണ് ബി. നമ്മൾ ആ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിൻ്റെ പേരിന് ആലോചിച്ച് നോക്കി. എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻ്റ് അല്ലേ, അതായത് ബോയിലിംഗ് പോയിന്റിൽ എത്ര കൂടി എന്നുള്ളതാണ്. അതായത് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ടിനെ ഒരു സോൾവെൻറ്റിലോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ആവുന്നു. ക്ലിയർ? അപ്പോൾ ബോയിലിംഗ് പോയിന്റ് ആരുതായിരിക്കും കൂടുതൽ? പ്യുവർ സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിന്റ് ആണോ അതോ സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ് ആണോ കൂടുതൽ വരിക? സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ് അല്ലേ കൂടുതൽ വരിക. അപ്പോൾ ഈ ബി എന്ന് പറയുന്നതിലല്ലേ ടെമ്പറേച്ചർ കൂടുതൽ. ഇവിടെ നോക്ക്, നിങ്ങൾ ഇവിടെ നോക്ക്, ഇയാളുടെ കർവിലല്ലേ ടെമ്പറേച്ചർ കൂടുതൽ വരുന്നത്. ഇവിടെ നോക്കിക്കേ, നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഇയാളുടെ ഗ്രാഫിൽ, എയുടെ ഗ്രാഫിൽ ടെമ്പറേച്ചർ ഇവിടെ കുറവല്ലേ, TB0 വരുന്നത്. ഈ ബിയുടെ ഗ്രാഫിൽ അതിലും കൂടുതൽ ടെമ്പറേച്ചർ വരുന്നില്ലേ. സോ ബി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ? സൊല്യൂഷൻ്റെ ഗ്രാഫാണ്. ബി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സൊല്യൂഷൻ്റെ ഗ്രാഫാണ്. എ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്യുവർ സോൾവെൻ്റ് ആണ്, പ്യുവർ സോൾവെൻറ്റിൻ്റെ ഗ്രാഫാണ്. ഇനി എക്സ്പ്ലെയിൻ വൈ ദ വാല്യൂ ഓഫ് TB ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് TB0. എന്തുകൊണ്ട് TBയുടെ വാല്യൂ ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ എന്ന്, TB എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ, TB0 എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റ്. എന്തുകൊണ്ട് സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ് സോൾവെൻറ്റിനേക്കാൾ കൂടുതലായി? എന്തുകൊണ്ടായിരിക്കും? വാപ്പർ പ്രഷറിന് എന്താ സംഭവിക്കുന്നതാ? നിങ്ങളൊരു സോൾവെൻ്റ് എടുത്തു, ഒരു പ്യുവർ സോൾവെൻ്റ് എടുത്തു, അതിലോട്ട് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വാപ്പർ പ്രഷർ കുറയും. ക്ലിയർ? വാപ്പർ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് കൂടണ്ടേ? കാരണം എന്താ? ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ വാപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അല്ലേ. വാപ്പർ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനോട് ഈക്വൽ ആവുന്ന ആ ഒരു പോയിന്റ് ഓഫ് ടെമ്പറേച്ചർ, അതാണ് ബോയിലിംഗ് പോയിന്റ്. ഇപ്പോൾ വാപ്പർ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ബോയിലിംഗ് പോയിന്റിനേക്കാൾ കൂടുതൽ ബോയിൽ ചെയ്യേണ്ടി വരില്ലേ അറ്റ്മോസ്ഫിയറിക് പ്രഷറായിട്ട് ഈക്വൽ ആണെങ്കിൽ. ഇപ്പോൾ നോക്ക്, ഇതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഇതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വിചാരിക്കാം. ഇതാണ് വാപ്പർ പ്രഷർ ഓഫ് സോൾവെൻറ്റ്. അപ്പോൾ ഇത്രയും ബോയിൽ ചെയ്താൽ, ഇത്രയും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ വാപ്പർ പ്രഷറും അറ്റ്മോസ്ഫിയർ പ്രഷറും ഈക്വൽ ആവുമെന്ന് വിചാരിക്കുക. ക്ലിയർ? സോൾവെൻറ്റിൻ്റെ കേസിൽ. ഇനി ഈ സോൾവെൻറ്റിലോട്ട് ഞാൻ സൊല്യൂട്ടിന് ആഡ് ചെയ്യാം. ആ സമയത്ത് ഇയാളുടെ വാപ്പർ പ്രഷർ ഇവിടെ നിന്നും വീണ്ടും കുറഞ്ഞു, അടിയിലോട്ട് പോയി വാപ്പർ പ്രഷർ. ഇനി ഇയാൾക്ക് ഇത്രയും ബോയിൽ ചെയ്യണ്ടേ, ഇത്രയും ടെമ്പറേച്ചർ കൂട്ടണ്ടേ ഈ അറ്റ്മോസ്ഫിയർ പ്രഷറുമായിട്ട് ഈക്വൽ ആവണമെങ്കിൽ. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്താവും? ഇൻക്രീസ് ആവും. ക്ലിയർ ആണോ? അപ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്തുകൊണ്ട് സൊല്യൂഷന് കൂടുതലാണ്? അതായത് TBയുടെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് TB0യേക്കാൾ എന്തുകൊണ്ട് കൂടുതലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് ഈസ് ബിക്കോസ് when a non-volatile solute is added to the solvent, its vapor pressure decreases. വാപ്പർ പ്രഷർ കുറയുന്നു. വാപ്പർ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് എന്താവും? കൂടുതൽ വേണ്ടി വരും. അതാണ് ആൻസർ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? വാപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ is less than the vapor pressure of the pure solvent when a non-volatile solute is added. Therefore, boiling point of the solution will be higher than that compared to boiling point of pure solvent. അതാണ് ആൻസർ. യെസ്, നോക്കിക്കടാ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ വാൻ ഹൗസ് ഫാക്ടർ I. വാട്ട് വുഡ് ബി ദ വാല്യൂ ഓഫ് I ഫോർ ഡൈലൂട്ട് സൊല്യൂഷൻ ഓഫ് K2SO4 ഇൻ വാട്ടർ? K2SO4 ആണ്, അയോണിക് ആണ്. അയോണിക് ആണെങ്കിൽ ഡിസോസിയേഷൻ ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം. ഐൻ്റെ വാല്യൂ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്. I എന്ന് പറയുന്നത് എന്താ? അബ്നോർമൽ മാസിനെ കറക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് വാൻ ഹൗസ് ഫാക്ടർ I. ഐൻ്റെ ഇക്വേഷൻ പറഞ്ഞു. I ഈസ് ഈക്വൽ ടു എന്താടാ? I ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ അല്ലേ, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബിഫോർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ആണ്.
സോ ഇവിടെ I ഈസ് ഈക്വൽ ടു എന്ത് വരും നോക്ക്, K2SO4 എന്ന് പറയുന്ന ആൾ ഡിസോസിയേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, 2K പ്ലസ് SO4 2 മൈനസ് ആ. അപ്പോൾ K2SO4 എന്ന് പറയുന്ന ഒറ്റ മോളിക്യൂളാണ്. അത് ഡിസോസിയേറ്റ് ചെയ്ത് എന്തൊക്കെ അയോണാണ് കിട്ടുന്നത്, 2K പ്ലസ് അയോൺസ് എനിക്ക് കിട്ടുന്നുണ്ട്, അതിൻ്റെ കൂടെ ഒരു SO4 2 മൈനസ് അയോണും കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ 3 അയോൺസ് ആയിട്ടാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത് K2SO4. അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ അസോസിയേഷൻ ഡിസോസിയേഷൻ 3 ആ, ബിഫോർ അസോസിയേഷൻ ഡിസോസിയേഷൻ 1 ആ. സോ I ഈസ് ഈക്വൽ ടു എനിക്ക് കിട്ടുന്ന എത്ര വാല്യൂ, 3 ആണ് അവിടെ കിട്ടുന്നത് ആൻസർ കേട്ടോ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ അറ്റ് 293 കെൽവിൻ ഈസ് തന്നിട്ടുണ്ട് 17.535 mmHg. Calculate the vapor pressure of water at 293 Kelvin when 25 gram of glucose is dissolved in 450 gram of water. അവിടെ നിങ്ങൾക്ക് വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ തന്നിട്ടുണ്ട്. അതേപോലെ വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ എന്താ അവിടെ P10 തന്നിട്ടുണ്ട് 17.535 ആണ്. $25 gram ഓഫ് ഗ്ലൂക്കോസ് അത് തന്നിട്ടുണ്ട്. അതായത് W2 ഈസ് ഈക്വൽ ടു 25 gram പറഞ്ഞിട്ടുണ്ട്. W1 തന്നിട്ടുണ്ട് 450 gram ആണ് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ കാണേണ്ടത് എന്താ, കാൽക്കുലേറ്റ് ദ വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ അറ്റ് വെൻ 25 gram ഓഫ് ഗ്ലൂക്കോസ് ഇസ് ഡിസോൾഡ് ഇൻ 450 gram ഓഫ് വാട്ടർ. അതായത് നമ്മോട് കാണാൻ പാടുള്ളത് വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷനാണ്, P1 ആണ് നമുക്ക് കാണേണ്ടത്. ഇങ്ങനെ കാണൂടാ, റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഡെൽറ്റ പി ബൈ P10 ഈസ് ഈക്വൽ ടു എന്താണ്, W2 ബൈ M2 ഇൻറ്റു M1 ബൈ W1 അല്ലേ. ഇവിടെ അത് നമ്മൾ ഡെൽറ്റ പി കണ്ടുപിടിക്കാം. ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു P10 ഇൻറ്റു W2 ഇൻറ്റു M1 ബൈ M2 ഇൻറ്റു W1 ആയിരിക്കും. P10 എന്ന് പറയുന്നത് എത്ര തന്നിട്ടുള്ളത് 17.535 ആണ്. W2 25 തന്നിട്ടുണ്ട്. M1 എന്ന് പറയുന്നത് എന്താണ്, മോളാർ മാസ് ഓഫ് സോൾവെൻ്റാണ്. M1 ഗ്ലൂക്കോസ് അല്ലേ തന്നിട്ടുള്ളത്. അപ്പോൾ C6H12O6ൻ്റെ മോളാർ മാസ് അത് 180 ആണ് വരിക. M2 വാട്ടറാണ് 18 ആണ് വരിക. 180 ഡിവൈഡഡ് ബൈ M2 M2 ആണ് 180, M1 എന്ന് പറയുന്നത് 18 ആണ് കേട്ടോ. വാട്ടർ അല്ലേ സോൾവെൻറ്റ്. 180 ഇൻറ്റു W1 എത്രയാണ് തന്നിട്ടുള്ളത്, 450 ചെയ്ത് നോക്കാം. 17.535 ഇൻറ്റു 25 ഇൻറ്റു 18 ഡിവൈഡഡ് ബൈ 180 ഇൻറ്റു 450. പോയല്ലോ.
യെസ്, സ്ക്രീൻ ഒന്ന് ഇളകിപ്പോയതാണ്. (1.20 × 10⁻⁻6 ആണ് കിട്ടിയത്. ഇനി ഇതിന് നമുക്ക് ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു എന്താണ്, P1 റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ അല്ലേ വന്നത്. അപ്പോൾ റിലേറ്റീവ് ലോവറിങ് ആണ്, കുറയാണ് ചെയ്യുന്നത് വേപ്പർ പ്രഷർ. അപ്പോൾ P1 0 മൈനസ് P1 ആണ്. നമുക്ക് കാണേണ്ടത് P1 ആണ്. P1 ഈസ് ഈക്വൽ ടു, അപ്പോൾ എന്താ, P1 0 മൈനസ് ഡെൽറ്റ പി അല്ലേ, ഈസ് ഈക്വൽ ടു 17.535 മൈനസ് 1.20 × 10⁻⁻6 ചെയ്ത് നോക്കുക കേട്ടോ. ഈ കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് ഫൈനൽ ആൻസർ വരിക. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു P1 0 മൈനസ് P1. അതേപോലെ റിലേറ്റീവ് ലോവറിങ്ങിൻ്റെ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഡെൽറ്റ പി ബൈ P1 0 ഈസ് ഈക്വൽ ടു W2 ബൈ M2 ഇൻറ്റു M1 ബൈ W1. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. എ സൊല്യൂഷൻ കണ്ടെയ്ൻസ് 15 gram യൂറിയ, മോളാർ മാസ് തന്നിട്ടുണ്ട് 60 ആണ്. പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ ഇൻ വാട്ടർ ആസ് ദ സെയിം ഓസ്മോട്ടിക് പ്രഷർ ആസ് എ സൊല്യൂഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ വാട്ടർ. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് ഗ്ലൂക്കോസ് പ്രസൻറ്റ് ഇൻ 1 liter ഓഫ് ഇറ്റ്സ് സൊല്യൂഷൻ. ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ രണ്ടാൾക്കാരുടെ ഓസ്മോട്ടിക് പ്രഷർ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓസ്മോട്ടിക് പ്രഷർ പൈ ഈസ് ഈക്വൽ ടു N2RT ബൈ വി ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ P1 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, N2RT ബൈ വി. N2 ഓഫ് ഓക്സിജൻ, രണ്ട് ആൾക്കാരുടെ കേസാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഗ്ലൂക്കോസിൻ്റെ സൊല്യൂഷൻ, യൂറിയയുടെ സൊല്യൂഷന്, അതേപോലെ ഗ്ലൂക്കോസിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ P1 രണ്ടാമത്തെ കേസ്, P2 ഈസ് ഈക്വൽ ടു, ഇത് NB എന്നാക്കണ്ടേ ഞാൻ, ഇത് NB1, ഇത് NB2RT ബൈ വി. സെയിം വോളിയമാണ് തന്നിട്ടുണ്ട്. സോ ഈ കേസിൽ നിങ്ങൾ നോക്ക്, P1 ഈസ് ഈക്വൽ ടു P2 ആണെങ്കിൽ എന്ത് കിട്ടും, നമ്പർ ഓഫ് മോൾസ് ഓഫ് യൂറിയ RT ബൈ വി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൂക്കോസ് RT ബൈ വി അല്ലേ. അപ്പോൾ N ഓഫ് യൂറിയ ഈസ് ഈക്വൽ ടു N ഓഫ് ഗ്ലൂക്കോസ് ആണ്. ക്ലിയർ. അപ്പോൾ ഗിവൺ മാസ് ബൈ മോളാർ മാസ് അല്ലേ N. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് W2 ബൈ ഇതിനെ ഞാൻ യൂറിയനെ ഞാൻ ഇതാ മോളാർ മാസ് ഓഫ് യൂറിയ ഡിവൈഡഡ് ബൈ ഗിവൺ മാസ് ഓഫ് ഗ്ലൂക്കോസ് ബൈ മോളാർ മാസ് ഓഫ് ഗ്ലൂക്കോസ്. കാണാൻ പറ്റില്ല എന്താ, മാസ് ഓഫ് ഗ്ലൂക്കോസ് പ്രസൻറ്റ് ഇൻ 1 liter ഓഫ് സൊല്യൂഷൻ ആണ്. അതായത് W ഓഫ് ഗ്ലൂക്കോസ് ആണ്, ഈസ് ഈക്വൽ ടു W ഓഫ് യൂറിയ ഇൻറ്റു മോളാർ മാസ് ഓഫ് ഗ്ലൂക്കോസ് ബൈ മോളാർ മാസ് ഓഫ് യൂറിയ 15 ഇൻറ്റു മോളാർ മാസ് ഓഫ് ഗ്ലൂക്കോസ് 180 ബൈ മോളാർ മാസ് ഓഫ് യൂറിയ 60 ചെയ്താൽ മതി. 15 × 3 45 ആണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുക. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. രണ്ട് ഓസ്മോട്ടിക് പ്രഷർ ഈക്വലാണ്. ഓസ്മോട്ടിക് പ്രഷർ ഈക്വൽ ആയി കഴിഞ്ഞാൽ അവിടെ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ആയിരിക്കും. യൂറിയയുടെ നമ്പർ ഓഫ് മോൾസും ഗ്ലൂക്കോസ് നമ്പർ ഓഫ് മോളും ഈക്വലാണ്. അത് രണ്ടും വെച്ചിട്ട് അങ്ങ് ചെയ്താൽ മതി. നമ്പർ ഓഫ് മോൾ ഈക്വൽ ആണെങ്കിൽ അതിൽ N1 ഈക്വൽ ടു N2 എന്ന് കൊടുക്കുക. അതായത് N ഓഫ് യൂറിയ ഈസ് ഈക്വൽ ടു N ഓഫ് ഗ്ലൂക്കോസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ മാസ് ഓഫ് ഗ്ലൂക്കോസ് കാണാൻ പറ്റും. യെസ് 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 അദിതി, യെസ് കറക്റ്റാണ്. യെസ്, വെരി ഗുഡ്. ഇനി ഈ കേസ് നോക്ക്. ഡിഫൈൻ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് വിത്ത് എക്സാമ്പിൾ. എന്താടാ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്? അസിയോട്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ പറ്റിയ എന്താ അസിയോട്രോപ്സ്? രണ്ട് കാര്യങ്ങളല്ലേ. അസിയോട്രോപ്സിൻ്റെ കേസിൽ
അവരുടെ കോമ്പോസിഷൻ ഇൻ അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഇൻ ദ കേസ് ഓഫ് ലിക്വിഡ് ഫേസ് ആൻഡ് വേപ്പർ ഫേസ് ഈക്വൽ ആയിരിക്കും. അതായത് ഒരേ കോമ്പോസിഷൻ ആയിരിക്കും എവിടെ ഉണ്ടാവുക, യൂണിഫോം കോമ്പോസിഷൻ ഇൻ ലിക്വിഡ് ഫേസ് ആസ് വെൽ ആസ് ഇൻ വേപ്പർ ഫേസ് ആയിരിക്കും. ദാറ്റ് ഈസ് x1 വിൽ ബി ഈക്വൽ ടു y1 ആയിരിക്കും, x2 ഈസ് ഈക്വൽ ടു y2 ആയിരിക്കും അസിയോട്രോപ്സിൻ്റെ കേസിൽ. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേ ഷോ ലാർജ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ. ലാർജ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ. ഇത് രണ്ടുമാണ് അസിയോട്രോപ്സിൻ്റെ പ്രത്യേകത. They show large deviation, solutions which show large deviation from Raoult's law ആണ് എന്ത് അസിയോട്രോപ്സ്. രണ്ട് ടൈപ്പ് ഓഫ് അസിയോട്രോപ്സ് ഉണ്ട്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ഉണ്ട്, മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ് ഉണ്ട്. ഇതിൽ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആണെങ്കിൽ അവർ കാണിക്കുന്നത് ദേ ഷോ ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുക. The solutions which show large positive deviation ആണ് മിനിമം ബോയിലിംഗ് ഡീവിയേഷൻ. ക്ലിയർ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ മതി. മിനിമം ബോയിലിംഗ് ആണ്. മിനിമം ബോയിലിംഗ് ആണെങ്കിൽ ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ ആവുന്ന സമയത്ത് പ്രഷർ വളരെ കൂടുതലായിരിക്കും. വേപ്പർ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞു മതി, മിനിമം ബോയിലിംഗ് മതി. ക്ലിയർ? അപ്പോൾ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്തായിരിക്കും? മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആണെങ്കിൽ ലാർജ് നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും ഉണ്ടാവുക, വേപ്പർ പ്രഷർ വളരെ കുറവായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആണെങ്കിൽ ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ ആണ് വരിക. എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. 95% എത്തനോൾ സൊല്യൂഷൻ ആണ് കേട്ടോ. 95% എത്തനോൾ സൊല്യൂഷൻ ആണ് എക്സാമ്പിൾ. അപ്പം മാക്സിമം ബോയിലിങ്ങിൻ്റെ എക്സാമ്പിൾ എന്താ? മാക്സിമം ബോയിലിങ്ങിന് ഒരു എക്സാമ്പിൾ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്, അതും ചോദിക്കാറുണ്ട് ചിലപ്പോൾ. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പിൻ്റെ എക്സാമ്പിൾ ഓർത്ത് വെക്കുക. 68% നൈട്രിക് ആസിഡും ബാക്കി 32% വാട്ടറും. 68% നൈട്രിക് ആസിഡ് പ്ലസ് 32% വാട്ടർ. ഇതാണ് എക്സാമ്പിൾ ഫോർ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് കേട്ടോ. യെസ് അദിതി, വെരി ഗുഡ്, കറക്റ്റാണ്. അപ്പോൾ എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. ഞാനിപ്പോൾ ഒരുപാട് എക്സാമ്പിൾസ് നേരത്തെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിരുന്നു. ഐഡിയൽ സൊല്യൂഷൻ്റെ എക്സാമ്പിൾ, അതേപോലെ നമ്മളെല്ലാ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾട്ട്സ് ലോ, നോൺ ഐഡിയൽ സൊല്യൂഷനിൽ പോസിറ്റീവ് ഡീവിയേഷൻ്റെ എക്സാമ്പിൾ, നെഗറ്റീവ് ഡീവിയേഷൻ്റെ എക്സാമ്പിൾ, ഇപ്പോൾ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്, മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്, ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക. ഞാൻ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾസ് മാത്രം ഓർത്ത് വെച്ചാൽ മതി, അത് തന്നെ ചോദിക്കോളൂ. ഓക്കെ, ഇതാ ഡ്രോ വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ കർവ് ഫോർ എ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഹാവിങ് പോസിറ്റീവ് ഡീവിയേഷൻ. പോസിറ്റീവ് ഡീവിയേഷൻ്റെ ഗ്രാഫ് നമ്മൾ ആൾറെഡി വരച്ചില്ലേ, ഓർമ്മയുണ്ടല്ലോ? എങ്ങനെയാണ് വരുന്നത്? ഒന്നും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഇതാ P2 P1 P ടോട്ടൽ. പോസിറ്റീവ് ഡീവിയേഷൻ ആവുന്ന സമയത്ത് എങ്ങനെ വരും? എല്ലാ കർവിൻ്റെയും മുകളിലൂടെ കർവ് എടുക്കുക കേട്ടോ, പോസിറ്റീവ് ഡീവിയേഷൻ. ഓക്കെ അല്ലേ? കാൽക്കുലേറ്റ് ദ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് എ 0.2 മോളാർ സൊല്യൂഷൻ ഇഫ് കെ ഫോർ വാട്ടർ ഈസ് 1.85 കെൽവിൻ കിലോഗ്രാം പെർ മോള്. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റിന് മറ്റൊരു ഇക്വേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം. ഇങ്ങനൊരു ഇക്വേഷനും കൂടിയുണ്ട്. ഇവിടെ കെ എഫ് തന്നിട്ടുണ്ട്, എം തന്നിട്ടുണ്ട്. കെ എഫ് എത്ര തന്നിട്ടുള്ളത്? 1.86 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മൊളാലിറ്റി തന്നിട്ടുണ്ട് 0.2. ഡയറക്റ്റ് അങ്ങോട്ട് കൊടുത്താൽ മതി. 1.86 ഇൻറ്റു 0.2 എത്ര കിട്ടും? 37.2 ആ എത്ര വരുന്നത്? ആൻസർ ചെയ്ത് നോക്കുക കേട്ടോ. വൺ 1.86 ഇൻറ്റു 0.2 ചെയ്താൽ മതി. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് എൻ എക്സാമ്പിൾ ഫോർ ഐഡിയൽ സൊല്യൂഷൻ? ഏതാണ് ഐഡിയൽ സൊല്യൂഷൻ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്? ഫീനോൾ പ്ലസ് അനിലിൻ, എത്തനോൾ പ്ലസ് അസെറ്റോൺ, അസെറ്റോൺ ഫ്രം ക്ലോറോഫോം, ബെൻസീൻ പ്ലസ് ടൊളുവിൻ. ഏതാണ് വരിക? ഐഡിയൽ സൊല്യൂഷൻ്റെ എക്സാമ്പിളാണ് ചോദിച്ചിട്ടുള്ളത്. ഐഡിയൽ സൊല്യൂഷൻ
ഐഡിയൽ സൊല്യൂഷൻ എക്സാമ്പിൾ ഏതാണ് വരുന്നത്? ഫീനോൾ പ്ലസ് അനിലിൻ എന്തിന് എക്സാമ്പിൾ? ഐഡിയൽ സൊല്യൂഷൻ ആണോ? അല്ല. ഏതിന് എക്സാമ്പിളാണ്? നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോൻ്റെ എക്സാമ്പിളാണ്. നെഗറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിളാണ് ഫീനോൾ പ്ലസ് അനിലിൻ. എത്തനോൾ പ്ലസ് അസെറ്റോൺ എന്തിൻ്റെ എക്സാമ്പിളാണ്? പോസിറ്റീവ് ഡീവിയേഷൻ്റെ എക്സാമ്പിളാണ്. പോസിറ്റീവ് ഡീവിയേഷൻ. അസെറ്റോൺ പ്ലസ് ക്ലോറോഫോം നെഗറ്റീവ് ഡീവിയേഷൻ്റെ എക്സാമ്പിളാണ്. ബെൻസീൻ പ്ലസ് ടൊലുവിനാണ് നമ്മുടെ ആൻസർ. ഐഡിയൽ സൊല്യൂഷൻ്റെ എക്സാമ്പിൾ കേട്ടോ. ബെൻസീൻ പ്ലസ് ടൊലുവിൻ. ഓപ്ഷൻ ഡി. യെസ്, വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. 3 ആപ്ലിക്കേഷൻസ് ഓഫ് എൻട്രീസ് ലോ ആൾറെഡി ഞാൻ പറഞ്ഞതാണ്. 3 ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ് വരുന്നത്? പാക്കിംഗ് ഓഫ് സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതേപോലെ യൂസേജ് ഓഫ് സിലിണ്ടർ ഇൻ ഓർഡർ ടു അവോയ്ഡ് ബ്ലൻഡ് ബൈ സ്ക്യൂബ ഡൈവേഴ്സ്, അതേപോലെ യൂസേജ് ഓഫ് ഓക്സിജൻ മാസ്ക് ടു അവോയ്ഡ് അനോക്സിയ ബൈ ക്ലൈംബേഴ്സ് ഓർ ട്രക്കേഴ്സ്. യെസ്, ഹലോ. നോക്കിയാടാ, in a solution of components A and B at molecular level, AB interactions are weaker than those between AB or BB interaction. Then the type of deviation shown by the solution is called dash. ഏതാണ് വരിക? നോക്കിക്കേ, സൊല്യൂഷൻ ഓഫ് കോമ്പണൻസ് എ ആൻഡ് ബി അറ്റ് മോളിക്കുലാർ ലെവൽ, എ ബി ഇൻട്രാക്ഷൻ ലെവൽ വെച്ചിട്ട്, അതായത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം, ശ്രദ്ധിച്ചിരിക്കുക. ഇതിപ്പോൾ സൊല്യൂട്ടാണ്. സൊല്യൂട്ട് എ ആണെന്ന് വിചാരിക്കാം. ഇതിനകത്ത് പാർട്ടിക്കിൾസ് എല്ലാം എ ആയിരിക്കും അല്ലേ? ഇവിടെ മറ്റൊരു ജാറുണ്ട്, ഇത് സോൾവെൻ്റ് ആണ്, ബി എന്ന് പറയുന്ന സോൾവെൻ്റാണ്. ഇതിലുള്ള പാർട്ടിക്കിൾസ് ഒക്കെ ഏതായിരിക്കും? ബി ആയിരിക്കും. ഇനി ഇത് രണ്ടിനെയും നമ്മൾ മിക്സാക്കി, ഈ സൊല്യൂട്ട് സോൾവെൻ്റ് മിക്സ് ആക്കിയിട്ട് ഒരു സൊല്യൂഷൻ എടുത്തു. ശ്രദ്ധിക്കുക കേട്ടോ, ഒരു സൊല്യൂഷൻ എടുത്തു. ഇതിൽ എ ഉണ്ടാവും, ബി ഉണ്ടാവും അല്ലേ? എ ഉണ്ടാവും, ബി ഉണ്ടാവും, 2 ആൾക്കാരും ഉണ്ടാവും സൊല്യൂഷനകത്ത്. അപ്പോൾ ഈ സൊല്യൂട്ട് എക്കകത്ത്, അതായത് പ്യുവർ സൊല്യൂട്ട് ആയിട്ടുള്ള ഈ ഒരു കേസിൽ ഇവിടെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂടാ? ഏത് ഇൻട്രാക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ? എ ഇൻട്രാക്ഷൻ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, കാരണം പാർട്ടിക്കിൾ എ മാത്രമേ ഉള്ളൂ. ഈ സോൾവെൻറ്റിൻ്റെ കേസിലോ, പ്യുവർ സോൾവെൻറ്റിൻ്റെ കേസിൽ ഇവിടെ ബി ഇൻട്രാക്ഷൻ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഇത് രണ്ടിനെയും ഞാൻ മിക്സാക്കി സൊല്യൂഷൻ ഫോം ചെയ്യുന്ന സമയത്ത് ഇവിടെ എ ഇൻട്രാക്ഷൻ ഉണ്ടാവും, ബി ഇൻട്രാക്ഷൻ ഉണ്ടാവും, അതിന് പുറമേ എന്തുകൂടെ ഉണ്ടാവും? എ ബി ഇൻട്രാക്ഷനും കൂടി ഉണ്ടാവില്ലേ? അപ്പോൾ പുതുതായിട്ടൊരു എ ബി ഇൻട്രാക്ഷൻ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഈ പുതുതായിട്ട് ഫോം ചെയ്യുന്ന എ ബി ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു എ അതേപോലെ ബി ആണെങ്കിൽ, അതായത് ആദ്യം ഉണ്ടായിരുന്ന സൊല്യൂട്ട് ഇൻട്രാക്ഷനും സോൾവെൻറ്റ് ഇൻട്രാക്ഷനും ഈക്വൽ ആണ് ഈ പുതിയ ഫോം ചെയ്ത സൊല്യൂട്ട് ഇൻട്രാക്ഷൻ എങ്കിൽ അതാണ് ഐഡിയൽ സൊല്യൂഷൻ്റെ കേസ്. ഇനി ഈ എ ബി ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് സ്ട്രോങ്ങർ ആണെന്ന് വിചാരിക്കുക. എക്കാളിലും ബിയെക്കാളിലും സ്ട്രോങ്ങർ ആണ് പുതുതായിട്ട് ഫോം ചെയ്ത എ ബി ഇൻട്രാക്ഷൻ എങ്കിൽ, ആ ബോണ്ട് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അവിടുന്ന് എ പാർട്ടിക്കിളിനും ബി പാർട്ടിക്കിളിനും വേപ്പർ ഫേസിലോട്ട് എസ്കേപ്പ് ചെയ്യാൻ കഴിയൂലല്ലോ, ബുദ്ധിമുട്ടാവില്ലേ? അപ്പോൾ കുറഞ്ഞ പാർട്ടിക്കിൾസേ മുകളിലോട്ട് എസ്കേപ്പ് ആവുള്ളൂ. അപ്പോൾ അവിടുന്ന് അപ്ലൈ ചെയ്യുന്ന പ്രഷർ കുറയും, വേപ്പർ പ്രഷർ കുറയും. വേപ്പർ പ്രഷർ കുറയുന്ന കേസ് ഏത് ഡീവിയേഷനാ? നെഗറ്റീവ് ഡീവിയേഷൻ അല്ലേ? അപ്പോൾ നെഗറ്റീവ് ഡീവിയേഷൻ്റെ കേസിൽ ആണ് എ ബി ഇൻട്രാക്ഷൻ എന്താവുന്നത്? സ്ട്രോങ്ങർ ആവുന്നത്. എ ബി ഇൻട്രാക്ഷൻ വീക്കർ ആണെങ്കിലോ, പുതുതായിട്ട് ഫോം ചെയ്ത ബിയെക്കാളിലും പുതുതായിട്ട് ഫോം ചെയ്ത എ ബി ഇൻട്രാക്ഷൻ വീക്കർ ആണെങ്കിലോ, വീക്ക് ഇൻട്രാക്ഷൻ ആണെങ്കിൽ കൂടുതൽ പാർട്ടിക്കിൾസ് എസ്കേപ്പ് ആവും വേപ്പർ ഫേസിലോട്ട്. കൂടുതൽ പാർട്ടിക്കിൾസ് വേപ്പർ ഫേസിലോട്ട് എസ്കേപ്പ് ചെയ്താൽ അവിടെ നിന്നും അപ്ലൈ ചെയ്യുന്ന പ്രഷർ കൂടും. പ്രഷർ കൂടുന്നത് ഏത് കേസാണ്? പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഏതാണ് കേസ്? മോളിക്കുലാർ ലെവൽ എ ബി ഇൻട്രാക്ഷൻ ആർ വീക്കർ ദാൻ ദോസ് ഓഫ് എ എന്നാണ് ക്വസ്റ്റ്യനിൽ. എ ഓർ ബി ഇൻട്രാക്ഷൻ, എ ഓർ ബിയെക്കാളിലും വീക്കാണ് എ ബി എങ്കിൽ കൂടുതൽ പാർട്ടിക്കിൾസ് എസ്കേപ്പ് ആവും, കൂടുതൽ പ്രഷർ എക്സേർട്ട് ചെയ്യും, അതായത് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ ആയിരിക്കും ഉണ്ടാവുക. സോ ആൻസർ ഈസ് ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ഷോൺ ബൈ ദി സൊല്യൂഷൻ ഈസ് കോൾഡ് പോസിറ്റീവ് ഡീവിയേഷൻ. അതാണ് ആൻസർ. യെസ്, കറക്റ്റ് ആൻസർ. ഓക്കെ. വാട്ട് ഈസ് റിവേഴ്സ് ഓസ്മോസിസ്? റൈറ്റ് എനി വൺ ഓഫ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ്. എന്താണ് ആ റിവേഴ്സ് ഓസ്മോസിസ്? എന്താണ് അതിൻ്റെ അപ്ലിക്കേഷൻസ്? വാട്ട് ഈസ് റിവേഴ്സ് ഓസ്മോസിസ് വരുന്നത്? നോക്കുക, ഇതല്ലേ നമ്മുടെ ഓസ്മോസിസ് വരുന്നത്. ഓസ്മോസിസ് ഞാൻ പറഞ്ഞു, ഇതിവിടെ സോൾവെൻ്റ് ആണ്, ഇത് സൊല്യൂഷൻ ആണെങ്കിൽ
ഈ സോൾവെൻറ്റിൽ നിന്നും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ലോവർ കോൺസെൻട്രേഷനിൽ നിന്നും ഹയർ കോൺസെൻട്രേഷനിലോട്ട് SPM-ലൂടെ സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? ഓസ്മോസിസ് എന്ന് വിളിക്കുന്നത്. ഈ ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൊല്യൂഷൻ സൈഡിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷറാണ് എന്ത്? ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് സ്റ്റോപ്പ് ആകും. സോൾവെൻറ്റ് സൈഡിൽ നിന്ന് സൊല്യൂഷൻ സൈഡിലോട്ടുള്ള ഈ മൂവ്മെൻറ്റ് സ്റ്റോപ്പ് ആകും. നമ്മൾ ഓസ്മോട്ടിക് പ്രഷറിലും കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്താൽ എന്താ ഇപ്പോൾ സംഭവിക്കുക? നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ സമയത്ത് ഈ ഒരു മൂവ്മെൻറ്റ് കുറഞ്ഞ് വരും. ഓസ്മോട്ടിക് പ്രഷർ എത്തുമ്പോൾ ആ ഒരു സോൾവെൻറ്റിൽ നിന്ന് സൊല്യൂഷനിലോട്ടുള്ള മൂവ്മെൻറ്റ് സ്റ്റോപ്പ് ആവും. വീണ്ടും കൂടുതൽ പ്രഷർ, ഓസ്മോട്ടിക് പ്രഷറിലും കൂടുതൽ പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് π+P ഇവിടെ അപ്ലൈ ചെയ്താൽ, ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് ഡയറക്ഷനിൽ നടക്കും മൂവ്മെൻറ്റ്. അതായത് സൊല്യൂഷൻ സൈഡിൽ നിന്നും ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും പാർട്ടിക്കിൾസ് എങ്ങോട്ടേക്ക് പോകും? സോൾവെൻറ്റ് സൈഡ് ലോവർ കോൺസെൻട്രേഷനിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഓസ്മോസിസിൻ്റെ ഓപ്പോസിറ്റ് അതാണ് എന്ത്? റിവേഴ്സ് ഓസ്മോസിസ്. വെൻ യു ആർ അപ്ലൈയിങ് pressure higher than the osmotic pressure on the solution side, the particle will start moving from higher concentration to lower concentration. That is from solution side to solvent. സൊല്യൂഷനിൽ നിന്നും പാർട്ടിക്കിൾസ് എന്തിലോട്ട് പോകും? സോൾവെൻറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. ഇതാണ് റിവേഴ്സ് ഓസ്മോസിസ്. ക്ലിയർ? തിരിച്ച് ഇങ്ങോട്ടേക്ക് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ റിവേഴ്സ് ഓസ്മോസിസിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് എവിടെ? സലൈൻ വാട്ടർ, കടലിലൊക്കെ ഉള്ള ഉപ്പുവെള്ളത്തിനെ ശുദ്ധീകരിക്കാൻ, പ്യൂരിഫൈ ചെയ്യാനും വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. മിഡിൽ ഈസ്റ്റിലൊക്കെ ഗൾഫ് കൺട്രീസിലൊക്കെ നമ്മൾ പ്യുവർ വാട്ടറിൻ്റെ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പ്യൂരിഫിക്കേഷൻ ഓഫ് സലൈൻ വാട്ടർ, അതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ, റിവേഴ്സ് ഓസ്മോസിൻ്റെ ആപ്ലിക്കേഷൻ. യെസ് ഡീസാലിനേഷൻ ടു ഗെറ്റ് പ്യുവർ വാട്ടർ ഫ്രം സീ വാട്ടർ. അത് വെരി ഗുഡ്, കറക്റ്റാണ്. ഓക്കെ, യെസ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഇത് നേരത്തെ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത ഒന്നാണ്. ഏതാണ്? വേപ്പർ പ്രഷറാണ് ഇവിടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ലാത്തത്. വേപ്പർ പ്രഷർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ല, അല്ലേ? എലിവേഷൻ ഇൻ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. വേപ്പർ പ്രഷർ എന്തല്ല, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ല. വാട്ട് ഈസ് മീൻ ബൈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ ആൻഡ് ഹൗ ഈസ് ദ സൈൻ ഓഫ് ഡെൽറ്റ എച്ച് മിക്സ് റിലേറ്റഡ് ടു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ? ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ. അത് P1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ P10x1, അതേപോലെ P2 ഗ്രേറ്റർ ദാൻ P20x2 കിട്ടിക്കഴിഞ്ഞാൽ, അതായത് പ്രഷർ എന്ന് പറയുന്നത്, വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഹയർ ദാൻ P10x1, റൗൾസ് ലോയേക്കാൾ കൂടുതൽ പ്രഷർ കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് വേപ്പർ പ്രഷർ ഈസ് ഹയർ ദാൻ ദാറ്റ് എക്സ്പെക്റ്റഡ് ഫ്രം ദി റൗൾസ് ലോ ആണെങ്കിൽ അതെന്താ? പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ. അതാണ് ഈ ഞാൻ കാണിച്ചിട്ടുള്ള P1 ഗ്രേറ്റർ ദാൻ P10x1. അപ്പോൾ ആ സമയത്ത് ഈ ഡെൽറ്റ എച്ച് മിക്സും റിലേറ്റ് ചെയ്തിട്ട് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ ഡെൽറ്റ എച്ച് മിക്സ് എന്താണ്? 0 ആണ് വരിക, അല്ലേ? അപ്പോൾ ഇവിടെ ഡെൽറ്റ എച്ച് മിക്സ് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ? ഇതാണ് പോസിറ്റീവ് ഡീവിയേഷൻ്റെ കേസ്. പോസിറ്റീവ് ഡീവിയേഷൻ്റെ കേസ്. ഇപ്പം നെഗറ്റീവ് ഡീവിയേഷൻ എങ്ങനെയായിരിക്കും? നേരെ ഓപ്പോസിറ്റ്. P1 ലെസ് ദാൻ P10x1 ആയിരിക്കും. P2 ലെസ് ദാൻ P20x2 ആയിരിക്കും. ഡെൽറ്റ എച്ച് മിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെസ് ദാൻ 0 ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് നെഗറ്റീവ് ഡീവിയേഷൻ. നെഗറ്റീവ് ഡീവിയേഷൻ വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അക്കൗണ്ട് ഫോർ ദ ഫോളോയിങ്. ശ്രദ്ധിച്ചേ, 0.9% ഓഫ് സലൈൻ വാട്ടർ ഈസ് യൂസ്ഡ് ഇൻ ഇൻട്രാവെനസ് ഇഞ്ചെക്ഷൻസ്. എന്താണ് കാരണം എന്ന് ചോദിച്ചിട്ടുള്ളത്? കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 3 ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് വരുന്നുണ്ട് നമ്മൾ ഓസ്മോട്ടിക് പ്രഷറുമായിട്ട് റിലേറ്റ് ചെയ്ത ടോപ്പിക്കിൽ. ഐസോട്ടോണിക്, ഹൈപ്പോട്ടോണിക്, ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ. 2 സൊല്യൂഷൻസിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ സെയിം ആണെങ്കിൽ അതാണ് ഐസോട്ടോണിക് സൊല്യൂഷൻ. ഒരാളുടെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ലോവർ ദാൻ അതർ സൊല്യൂഷൻ ആണെങ്കിൽ അതാണ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. ഒരാളുടെ വേപ്പർ പ്രഷർ ഹയർ ദാൻ ദ അതർ സൊല്യൂഷൻ ആണെങ്കിൽ അതാണ് ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ. ക്ലിയർ ആണോ? അപ്പോൾ നമ്മുടെ ഇഞ്ചെക്ഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഐസോട്ടോണിക് ആയിരിക്കണം. ഐസോട്ടോണിക് അതായത് നമ്മുടെ ബ്ലഡ് വെസൽസിലൊക്കെ ഉള്ള കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ വേപ്പർ പ്രഷറിന് ഓസ്മോട്ടിക് പ്രഷറിന് ഐസോട്ടോണിക് ആയിരിക്കണം ഈ ഇഞ്ചെക്ട് ചെയ്യുന്നത്. ക്ലിയർ? അതുകൊണ്ടാണ് നമ്മൾ 0.9% സലൈൻ വാട്ടർ എടുക്കുന്നത്. ഈ 0.9% സലൈൻ വാട്ടർ ആണ് നമ്മുടെ ഓസ്മോട്ടിക് പ്രഷർ, നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിൻ്റെ ഓസ്മോട്ടിക് പ്രഷറുമായിട്ട് ഐസോട്ടോണിക് ആയിട്ട് വരുന്നത്. ക്ലിയർ? അങ്ങനെ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അവിടെ ഓസ്മോസിസ് സംഭവിക്കാതിരിക്കുള്ളൂ. അതായത് ലോവർ കോൺസെൻട്രേഷൻ ഹയർ കോൺസെൻട്രേഷനിലോട്ട് പാർട്ടിക്കിൾസ് നമ്മളെ ഫ്ലൂയിഡ്സ് മൂവ് ചെയ്യാതിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താവും? നമുക്ക് അത് വീങ്ങി വരും, അല്ലെങ്കിൽ സ്ട്രിങ്ക് ചെയ്ത് വരും,
ക്ലിയർ. ഓസ്മോസിസ് റിവേഴ്സ് ഓസ്മോസിസ് ഒക്കെ നടക്കും. അപ്പോൾ അതൊന്നും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഐസോട്ടോണിക് ആയിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അവിടെ എഴുതേണ്ടത്. അക്കൗണ്ട് ഫോർ ദ ഫോളോയിങ്ങിൽ 0.9% saline water is used in intravenous injections because it is isotonic with our body fluids. അതാണ് ആൻസർ കേട്ടോ. ഐസോട്ടോണിക് വിത്ത് അവർ ബോഡി ഫ്ലൂയിഡ്സ്. ക്ലിയർ. രണ്ടാമത്തെ കേസ് നോക്കുക. ദ ടെക്നിക് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ ഈസ് ജനറലി യൂസ്ഡ് ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് മോളാർ മാസ് ഓഫ് ബയോമോളിക്യൂൾസ് ആൻഡ് പോളിമേഴ്സ്. ഓസ്മോട്ടിക് പ്രഷറിൻ്റെ അപ്ലിക്കേഷനാണ്. ഓസ്മോട്ടിക് പ്രഷറാണ് ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ ഏറ്റവും അപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്നല്ല, അതിലൊരു അപ്ലിക്കേഷനാണ് ഇത്. മോളാർ മാസ് ഓഫ് ബയോമോളിക്യൂൾസും പോളിമേഴ്സും ഒക്കെ ഡിറ്റർമിൻ ചെയ്യാതെ ഓസ്മോട്ടിക് പ്രഷർ യൂസ് ചെയ്യുന്നത്. കാരണം ബയോമോളിക്യൂൾസിനെ സംബന്ധിച്ചിടത്തോളം ഹയർ ടെമ്പറേച്ചറിൽ ബയോമോളിക്യൂൾസിൻ്റെയൊക്കെ മോളാർ മാസിലൊക്കെ ഡിഫറൻസ് വരാൻ ചാൻസ് ഉണ്ട് ഹൈ ടെമ്പറേച്ചറിൽ. പക്ഷേ നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എടുക്കുന്ന സമയത്ത് നമ്മൾ ആ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓസ്മോട്ടിക് പ്രഷർ ബാക്കിയുള്ള ടേംസ് ഒക്കെ നമ്മൾ മൊളാലിറ്റി ആയിട്ടൊക്കെയാണ് റിലേറ്റഡ് ചെയ്തിട്ടുള്ളത്, അല്ലേ? എലിവേഷനും ബോയിലിംഗ് പോയിൻറ്റും ഫ്രീസിംഗ് പോയിൻറ്റും ഒക്കെ മൊളാലിറ്റി ആയിട്ടാണ് റിലേറ്റഡ്. പക്ഷേ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, പൈ ഈസ് ഈക്വൽ ടു CRT. സി എന്ന് പറയുന്നത് മൊളാലിറ്റി അല്ല, മൊളാരിറ്റി ആണ്. മൊളാരിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ അല്ലേ? അതുകൊണ്ട് തന്നെ ബയോമോളിക്യൂൾസിൻ്റെയൊക്കെ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് എന്താ? ഓസ്മോട്ടിക് പ്രഷറാണ്. കാരണം അത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻ അല്ല. ഓക്കെ. അതേപോലെ പോളിമേഴ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ലെസ് സൊല്യൂബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ സൊല്യൂബിലിറ്റി വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ മൈന്യൂട്ടായിട്ട് വാല്യൂ കിട്ടുക മറ്റു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിൻ്റെ കേസിൽ. പക്ഷേ ഈ മൈന്യൂട്ട് കേസിലും ചെറിയ ഡൈല്യൂട്ട് സൊല്യൂഷൻസിൻ്റെ കേസിലും ഓസ്മോട്ടിക് പ്രഷർ മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലാർജ് വാല്യൂ കിട്ടും. കാൽക്കുലേഷന് ഈസി ആയിരിക്കും കുറച്ചുകൂടി. ക്ലിയർ. അതുകൊണ്ടാണ് ഓസ്മോട്ടിക് പ്രഷർ എന്തിൻ്റെ കേസിൽ യൂസ് ചെയ്യുന്നത്? ഈ ബയോമോളിക്യൂൾസിൻ്റെയും അതേപോലെ പോളിമേഴ്സിൻ്റെ കേസിലൊക്കെ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? യെസ്. ഈ കേസ് നോക്കിക്കേടാ. ഈ പ്രോബ്ലം ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത അതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് യൂറിയ റിക്വയർഡ് ടു പ്രിപ്പയർ 0.25 മോളാർ അക്വസ് സൊല്യൂഷൻ കണ്ടെയ്നിങ് 2.5 കിലോഗ്രാം സോൾവെൻ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതാളാ? മൊളാലിറ്റിയാണ് അവിടെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. മൊളാലിറ്റിയുടെ ഇക്വേഷൻ അറിയാമല്ലോ. മൊളാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം ആണ്. ആ ഇക്വേഷൻ വെച്ച് ചെയ്താൽ മതി. എല്ലാം തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ അറ്റ് റൂം ടെമ്പറേച്ചർ സൊല്യൂബിലിറ്റി ഓഫ് CO2 ഗ്യാസ് ഇൻ വാട്ടർ ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ പാർഷ്യൽ പ്രഷർ ഓഫ് CO2. അതായത് ഗ്യാസ് ഇൻ ലിക്വിഡിൻ്റെ കേസിൽ പ്രഷർ കുറയുന്നതിനനുസരിച്ച് സൊല്യൂബിലിറ്റി കുറയുന്നു എന്നാണ് പറഞ്ഞത്. സ്റ്റേറ്റ് ദ ലോ ബിഹൈൻഡ് ദിസ് ഒബ്സർവേഷൻ. ഏതാണ് ലോ വരുന്നത് അവിടെ? ഹെൻറീസ് ലോ അല്ലേ മക്കളെ? ഗ്യാസ് ഇൻ ലിക്വിഡിൻ്റെ കേസിൽ സൊല്യൂബിലിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പാർഷ്യൽ പ്രഷർ, അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പാർഷ്യൽ പ്രഷർ. എന്താണ്? ഹെൻറീസ് ലോ ആണ്. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ കൈനറ്റിക്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഓക്കെ അല്ലേ? ഒരു 2 മിനിറ്റ് ബ്രേക്ക് എടുക്കാം കേട്ടോ.
ഹലോ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ വെൽക്കം ബാക്ക്. ചെയ്യാലോ നമുക്ക്? ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കണം. കൈനറ്റിക്സ് ആണ്. ലിസൺ. The terms order and molecularity are common in chemical kinetics. What do you mean by order and molecularity? സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി എപ്പോഴും ചോദിക്കാറുണ്ട്. എന്താണ് ഓർഡർ, അതേപോലെ എന്താണ് മോളിക്കുലാരിറ്റി? ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ലോ ഇക്വേഷൻസ്. റേറ്റ് ലോ ഇക്വേഷനിൽ കോൺസെൻട്രേഷൻ ടേമിൻ്റെ പവറായിട്ട് വരുന്നതാണ് എന്ത്? ഓർഡർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എക്സാമ്പിൾ വെച്ച് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. നോക്കുക. AA പ്ലസ് BB ഗിവ്സ് CC പ്ലസ് DD എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ ആണെങ്കിൽ, ഈ റിയാക്ഷൻ്റെ റേറ്റ് ലോ എക്സ്പ്രഷൻ ഏതാണ്? R ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B. അതിൽ എയുടെ പവറായിട്ട് X, ബിയുടെ പവറായിട്ട് Y. ഇങ്ങനെയാണെങ്കിൽ ഓർഡർ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ആയിരിക്കും. അതായത് അവിടെ റിയാക്റ്റൻസ് ആയിട്ടുള്ളത് എയും ബിയും ആണ്. കോൺസെൻട്രേഷൻ ഓഫ് എയുടെ പവർ ആയിട്ട് വരുന്നതാണ് അയാളുടെ ഓർഡർ. എക്സ് വന്നു. നോക്ക്, ഇവിടെ എക്സ് വന്നു. അതാണ് എയുടെ ഓർഡർ. ബിയുടെ ഓർഡറാണ് അയാളുടെ പവറായിട്ട് വരുന്ന കോൺസെൻട്രേറ്റ് ലോ എക്സ്പ്രഷനിൽ ബിയുടെ പവറായിട്ട് വരുന്ന വൈ. അപ്പോൾ ഓവറാൾ ഓർഡർ ഓഫ് ദി റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താ? എക്സ് പ്ലസ് വൈ. സോ ഓർഡർ ഈസ് ദ sum of powers of concentration terms of reactants in rate law expression. Rate law expressionൽ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ ടേംസിൻ്റെ പവറായിട്ട് വരുന്നതാണെന്ത്? ഓർഡർ. ക്ലിയർ? ആ പവറുകളുടെ സമ്മാണ് ഓവറാൾ ഓർഡർ ഓഫ് ദി റിയാക്ഷൻ. മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് റിയാക്റ്റൻ സ്പീഷീസ് ടേക്കിംഗ് പാർട്ട് ഇൻ ദ റിയാക്ഷൻ. എത്ര റിയാക്ഷൻ എന്ന് പറഞ്ഞൊരു കൊളീഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എത്ര പാർട്ടിക്കിൾസ് ആണോ കൊളൈഡ് ചെയ്യുന്നത്, റിയാക്ട് ചെയ്യുന്നത്, അതിൻ്റെ എണ്ണം, നമ്പർ ഓഫ് സ്പീഷീസ് റിയാക്റ്റിംഗ്, അതാണ് മോളിക്കുലാരിറ്റി. അതൊരു തിയററ്റിക്കൽ കൺസെപ്റ്റാണ്. ഓർഡർ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. ക്ലിയർ? ഓർഡറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 വരാം, അതേപോലെ ഫ്രാക്ഷൻസ് വരാം, വോൾ നമ്പർ വരാം, ഇൻറ്റിജേഴ്സ് വരാം, എല്ലാം വരാം. ബട്ട് മോളിക്കുലാരിറ്റി ടേംസിൽ എന്ത് മാത്രമേ വരുള്ളൂ? വോൾ നമ്പർ, ഇൻറ്റിജേഴ്സ് മാത്രമേ വരുള്ളൂ. ക്ലിയർ? ഫ്രാക്ഷനോ അതേപോലെ 0 ഒന്നും ഏതിൽ വരില്ല? മോളിക്കുലാരിറ്റിയുടെ ടേംസിൽ വരില്ല. മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് റിയാക്ഷൻ മെക്കാനിസത്തിൽ നിന്നും കിട്ടുന്നതാണ് മോളിക്കുലാരിറ്റി. പക്ഷേ ഓർഡർ കിട്ടുന്നതോ റേറ്റ് ലോ എക്സ്പ്രഷനിൽ നിന്നും ഡിറൈവ് ചെയ്യുന്നതാണ് എന്ത്? ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻസുകളാണ് ഞാൻ പറഞ്ഞത് ഓർഡറിൻ്റെയും മോളിക്കുലാരിറ്റിൻ്റെയും. അപ്പോൾ വാട്ട് ഈസ് ഓർഡർ, വാട്ട് ഈസ് മോളിക്കുലാരിറ്റി, അല്ലെങ്കിൽ ഓർഡർ കാണുക, മോളിക്കുലാരിറ്റി കാണുക, അല്ലെങ്കിൽ ഓർഡറിൻ്റെയും മോളിക്കുലാരിറ്റിയും ഡിഫറൻസ്. ഈ ക്വസ്റ്റ്യൻസ് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. യെസ്, നോക്കാം. Write 2 factors influencing rate of a reaction.
റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുക. എന്തൊക്കെയാണ് റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? റിയാക്ഷൻ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്, നാച്ചർ ഓഫ് റിയാക്റ്റൻസ്, ടെമ്പറേച്ചർ, അതേപോലെ ഗ്യാസസിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ പ്രഷർ, എഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ്, ആക്ടിവേഷൻ എൻതാൽപ്പി, ആക്ടിവേഷൻ എനർജി, അതേപോലെ പ്രസൻസ് ഓഫ് ലൈറ്റ്, റേഡിയേഷൻസ് ഒക്കെ എന്താണ് കോൺസെൻട്രേഷനെ അല്ലെങ്കിൽ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റേറ്റ് ഓഫ് എ റിയാക്ഷനാണ്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്, നാച്ചർ ഓഫ് റിയാക്റ്റൻസ്, ടെമ്പറേച്ചർ, എഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ്, ഇതൊക്കെ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയിന്റ്സ് ആണ് കേട്ടോ. ഫാക്ടേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എനി 2 ഫാക്ടേഴ്സ് ചോദിച്ചിട്ടുള്ളൂ. സോ യു ക്യാൻ റൈറ്റ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ആൻഡ് ടെമ്പറേച്ചർ. റൈറ്റ് അരീനസ് ഇക്വേഷൻ. അതേപോലെ കൈനറ്റിക്സ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് അരീനസ് ഇക്വേഷൻ. അരീനസ് ഇക്വേഷൻ എഴുതാനോ അല്ലെങ്കിൽ ആ ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസോ അതിൻ്റെ ഗ്രാഫോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അരീനസ് ഇക്വേഷൻ റൈറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ഷുവർ ക്വസ്റ്റ്യൻ ആണ് അരീനസ് ഇക്വേഷൻ. അപ്പോൾ എന്താണ് അരീനസ് ഇക്വേഷൻ? K is equal to A into e raised to minus EA by RT. ഇതാണ് അരീനസ് ഇക്വേഷൻ. അരീനസ് ഇക്വേഷൻ K is equal to A into e raised to minus EA by RT. അതിന് ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടാവും. ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ എ എന്ന് പറയുന്നതാ ഇവിടെയുള്ള എ എന്ന് പറയുന്നത് അരീനസ് ഫാക്ടറാണ്. ഇ എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യൽ വാല്യൂ ആണ്. ഈ ഇ എ എന്ന് പറയുന്നത് ആക്ടിവേഷൻ എനർജിയാണ്. ആക്ടിവേഷൻ എനർജി എന്താണ്? ആക്ടിവേഷൻ എനർജി ഒരു റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായുള്ള മിനിമം എനർജി അല്ലേ? ഇറ്റ് ഇസ് എ മിനിമം എനർജി റിക്വയർഡ് ഫോർ സ്റ്റാർട്ടിങ് എ റിയാക്ഷൻ ഓർ കൊളീഷൻ. ഒരു കൊളീഷൻ സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കൊളീഷൻ എഫക്റ്റീവ് ആവണമെങ്കിൽ ആവശ്യമായിട്ടുള്ള മിനിമം എനർജി എന്ന് പറയുന്നത് എന്താ? അതാണ് ആക്ടിവേഷൻ എനർജി ഇ എ. ആർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. ടി എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ഇൻഡയറക്റ്റ് റേറ്റ് എക്സ്പ്രഷൻ ഫോർ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഇൻഡയറക്റ്റ് റേറ്റ് ഇക്വേഷൻ 0 ഓർഡറിൻ്റെയും ഫസ്റ്റ് ഓർഡറിൻ്റെയും ഇൻഡയറക്റ്റ് റേറ്റ് ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഓർത്തിരിക്കണം. ഫസ്റ്റ് ഓർഡറിൻ്റെതായി ഇവിടെ തന്നിട്ടുണ്ട്. നോക്കിക്കുക എത്രയാണ്? K is equal to 2.303 T by T log R0 by R ആണ്. 0 ഓർഡറിൻ്റെത് എന്താ? 0 ഓർഡറിൻ്റെതാണെങ്കിൽ K is equal to R0 മൈനസ് R by T ആണ്. അതും ഓർത്ത് വെക്കുക കേട്ടോ. ഇത് 0 ഓർഡറിൻ്റെ ഇൻഡയറക്റ്റഡ് റേറ്റ് ഇക്വേഷൻ ആണ്. ഈ 2 ഇക്വേഷൻസും നിർബന്ധമായിട്ട് ഓർത്ത് വെക്കണം. ഇത് വെച്ചിട്ടുള്ള ഗ്രാഫും ചിലപ്പോൾ ചോദിക്കാം. ക്ലിയർ? അപ്പോൾ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് കാണാൻ പറ്റുള്ളൂ. ഹാഫ് ലൈഫ് പീരീഡ് കാണാനുള്ള ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. യെസ്. ഇതാ അത് തന്നെയാണല്ലോ ക്വസ്റ്റ്യൻ. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻഡയറക്റ്റ് റേറ്റ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അത് ആദ്യം എടുത്ത് ചെയ്താൽ ഇൻഡയറക്റ്റ് റേറ്റ് ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എത്രയാണ്? 2.303 by T log R0 by R ആണ്. ഇതാണ് ഇൻഡയറക്റ്റ് റേറ്റ് ഇക്വേഷൻ. ഇനി ഹാഫ് ലൈഫ് പീരീഡ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഹാഫ് ലൈഫ് പീരീഡ് എന്ന് ആദ്യം ചോദിക്കും. ചില സമയത്ത് ചോദിക്കാണ് വാട്ട് ഈസ് ഹാഫ് ലൈഫ് പീരീഡ് ചോദിക്കും. എന്താണ് ഹാഫ് ലൈഫ് പീരീഡാ? അതായത് ഒരു റിയാക്റ്റൻ്റ് ഒരു കോൺസെൻട്രേഷൻ ഒരു നമ്മളൊരു റിയാക്ഷൻ എഴുതുന്ന സമയത്ത് അവിടെ ആ റിയാക്റ്റൻ്റ് ഹാഫായിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് അതിൻ്റെ ഹാഫ്, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എത്ര ഉണ്ടായിരുന്നു അതിൻ്റെ പകുതി തീരുന്നു. ക്ലിയർ? അപ്പോൾ അതിനെടുക്കുന്ന സമയമാണ് ഹാഫ് ഓഫ് ദി റിയാക്റ്റൻ്റ് കൺസ്യൂം ചെയ്ത് തീരാൻ ആവശ്യമായിട്ട് വരുന്ന സമയമാണെന്ത്? ഹാഫ് ലൈഫ് പീരിയഡ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ അവിടെ ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസെൻട്രേഷൻ ഓഫ് ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? R0 by 2 ഇനീഷ്യൽ എത്ര ഉണ്ടായിരുന്നു അതിൻ്റെ പകുതിയേ ഉണ്ടാവുള്ളൂ. ക്ലിയർ? ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? ടി ഹാഫ് ആയിരിക്കും. അപ്പോൾ അറ്റ് ഹാഫ് ലൈഫ് പീരിയഡ് ഇപ്പോൾ ഡെറിവേഷൻ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുന്നുണ്ട്. അറ്റ് ഹാഫ് ലൈഫ് പീരിയഡ് ടി ഈസ് ഈക്വൽ ടു ടി ഹാഫ് ആയിരിക്കും. അതേപോലെ ആർ എന്ന് പറയുന്നത് R0 by 2 ആയിരിക്കും. അതായത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റിൻ്റെ ഹാഫ് ആയിരിക്കും. അപ്പോൾ ഈ 2 കാര്യങ്ങളും നമ്മൾ ആദ്യത്തെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നോക്ക് ഇങ്ങനെ ഇതിൽ കൂടെ നമുക്ക് ടി ഹാഫ് ഈസ് ഈക്വൽ ടു 2.303 by K ഇൻറ്റു ലോഗ് R0 by
ലോഗ് R0 ആറിൻ്റെ സ്ഥാനത്ത് നമുക്ക് R0/2 ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ R0 ക്യാൻസലായിട്ട് പോകും. അപ്പോൾ എന്ത് കിട്ടുക നോക്കിക്കേ, you will get T12 is equal to 2.303/k into log 2 എന്ന് കിട്ടും. R0 കട്ട് ചെയ്ത് പോകുമ്പോൾ നോക്ക്, ഇതാ ഇവിടെ R0 കട്ട് ചെയ്ത് പോയി 2 മുകളിലോട്ട് വരും. സോ യു വിൽ ഗെറ്റ് log 2. ഇനി 2.303/k ഇൻറ്റു log 2 എന്ന് പറഞ്ഞാൽ 0.3010 ആണ്. നമുക്ക് T12 ഈസ് ഈക്വൽ ടു 0.693/k കിട്ടും. ഇതാണ് ഡെറിവേഷൻ ടു ഫൈൻഡ് ഹാഫ് ലൈഫ് പീരിയഡ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, T12 എന്ന് പറയുന്നത് R0നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് Rനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? രണ്ടിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റിനെയോ അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആര്? ഹാഫ് ലൈഫ് പീരിയഡ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് പീരിയഡ് എന്തിനു മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു? ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ക്ലിയർ? യെസ്. അപ്പോൾ അത് ഓർത്ത് വെക്കുക, ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക കേട്ടോ. അതായത് ഹാഫ് ലൈഫ് പീരിയഡ് ഓഫ് റിയാക്റ്റൻറ്റ് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ഇറ്റ്സ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 1 ആണെന്ന് ഓർത്ത് വെക്കണം. അത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്, നമ്മൾ മനസ്സിൽ വരണം കേട്ടോ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിലാണ് ഹാഫ് ലൈഫ് പീരിയഡ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത്. ഓക്കെ, യെസ്, ക്ലിയർ അല്ലടാ? ഇനി നോക്കിയേ, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആസ് റേറ്റ് കോൺസ്റ്റൻറ്റ് 1.15 ഇൻറ്റു 10⁻³ ആണോ 3 ആണോ? അത് -3 ആയിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ, ക്വസ്റ്റ്യനിൽ ക്ലിയർ ആവുന്നില്ല. ഓക്കെ, ഹൗ ലോങ് വിൽ 5 gram ഓഫ് ദി റിയാക്റ്റൻ ടേക്ക് ടു റെഡ്യൂസ്ഡ് ടു 3 gram? അതായത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്, കെയുടെ വാല്യൂ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഇക്വേഷൻ അറിയാം. കെ ഈസ് ഈക്വൽ ടു ടി ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 2.303/k ലോഗ് R0/R ആണെന്ന് നമുക്കറിയാമല്ലോ ഇൻ്ററാക്ട് റേറ്റ് ഇക്വേഷനിൽ. ഇവിടെ നമുക്ക് കെയുടെ വാല്യൂ തന്നിട്ടുണ്ട്, എത്രയാണ്? 1.1. അപ്പോൾ 2.303/1.15 ഇൻറ്റു 10⁻³ എഴുതാം. ഇനി ലോഗ് R0 എന്ന് പറയുന്നത് 5 gram ആണ് തന്നിട്ടുള്ളത്. ഹൗ ലോങ് വിൽ 5 gram ഓഫ് ദി റിയാക്റ്റൻറ്റ് ടേക്ക് ടു റെഡ്യൂസ് ടു 3 gram? 5 gram ഉണ്ടായിരുന്ന റിയാക്റ്റൻറ്റ് 3 gram ആയിട്ട് ചുരുങ്ങാൻ എടുക്കുന്ന സമയമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 5 gram ആണ്, ചുരുങ്ങിയതിന് ശേഷം എത്രയായി? 3 gram ആയി. അപ്പോൾ ഫൈനൽ കോൺസെൻട്രേഷൻ 3, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 5 ആണ്. അപ്പോൾ ലോഗ് 5/3 ആണ്. ചെയ്ത് നോക്കുക. (440.3 seconds) ഇങ്ങനെയാണ് കിട്ടിയത് ആൻസർ. ഓക്കെ, യെസ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇൻ്ററാക്ട് റേറ്റ് ഇക്വേഷൻ അറിയെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോബ്ലം ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ഇത് നേരത്തെ ചാപ്റ്റർ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഇക്വേഷൻസ്, അരീനസ് ഇക്വേഷൻ, ഇൻ്ററാക്ട് റേറ്റ് ഇക്വേഷൻ ഓഫ് 0 ഓർഡർ ഫസ്റ്റ് ഓർഡർ, ഹാഫ് ലൈഫ് പീരിയഡ് ഓഫ് ഫസ്റ്റ് ഓർഡർ 0 ഓർഡർ, അതേപോലെ അരീനസ് ഇക്വേഷൻ്റെ ലോഗ് വെച്ചിട്ടുള്ള ഫോം, ലോഗരിതമിക് ഫോം, അതേപോലെ T1 T2 K1 K2 വരുന്ന കേസിലുള്ള ഒരു ഇക്വേഷൻ പഠിക്കാനുണ്ട് അരീനസ് ഇക്വേഷനിൽ തന്നെ. ഈ ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക, ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് വരും. ക്ലിയർ? ഡയറക്റ്റ് ഇട്ട് കൊടുക്കാൻ ആ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ഫുൾ മാർക്ക് കിട്ടാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, എല്ലാം നിങ്ങൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പണിയേ ഉണ്ടാവുള്ളൂ. കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കുക, ഫൈനൽ ആൻസർ ആവും. സിമ്പിളായുള്ള സംഭവമാണ് കേട്ടോ. നോക്കാം നമുക്ക്. യെസ്, നോക്കിക്കടാ, മോളിക്കുലാരിറ്റി ഓഫ് ദി റിയാക്ഷൻ ചോദിച്ചിട്ടുണ്ട്.
മോളിക്കുലാരിറ്റി ഞാൻ പറഞ്ഞു നമ്പർ ഓഫ് റിയാക്റ്റിംഗ് സ്പീഷീസ് ആണ്. ഇവിടെ 2 NOയും ഒരു O2 തമ്മിലല്ലേ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ 2 + 1 മോളിക്കുലാരിറ്റി എത്രയായിരിക്കും? ആൻസർ ഈസ് 3. മോളിക്കുലാരിറ്റി 3 ആണ്. വാട്ട് ഡു യു മീൻ ബൈ റേറ്റ് ഓഫ് എ റിയാക്ഷൻ? റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും? റേറ്റ് ഓഫ് എ റിയാക്ഷൻ അതായത് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ പെർ യൂണിറ്റ് ടൈമാണ് അല്ലേ? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എന്താവാം? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആവാം, ഓർ എനി ഓഫ് ദി റിയാക്റ്റൻ്റ് ഓർ പ്രൊഡക്റ്റ്. റിയാക്റ്റൻ്റെ ടേംസിലോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ടേംസിലോ നമുക്ക് എന്ത് പറയാൻ പറ്റും? റേറ്റ് ഓഫ് എ റിയാക്ഷൻ പറയാൻ പറ്റും. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് റിയാക്റ്റൻ്റ് പെർ യൂണിറ്റ് ടൈം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് പെർ യൂണിറ്റ് ടൈം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റും. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ഓർ പ്രൊഡക്റ്റ് പെർ യൂണിറ്റ് ടൈം, അതാണ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ക്ലിയർ? എനി ഓഫ് ദി കോമ്പോണൻറ്റ്, റിയാക്റ്റൻറ്റിൻ്റെ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ഏതെങ്കിലും ഒരാളെ വെച്ചിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും റേറ്റ് ഓഫ് എ റിയാക്ഷന്. ഓക്കെ. വാട്ട് വിൽ ബി ദ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ? എന്താണ് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ? എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ കാണിക്കുന്ന ഇക്വേഷനാണ് അരിനസ് ഇക്വേഷൻ കേട്ടോ, ഓർത്ത് വെക്കുക. അപ്പോൾ ടെമ്പറേച്ചർ എങ്ങനെയാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ എഫക്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും ഓൺ ഇൻക്രീസിങ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ റേറ്റ് ഓഫ് റിയാക്ഷനും ഇൻക്രീസ് ആവും. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 10 ഡിഗ്രി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് റിയാക്ഷൻ ഓൾമോസ്റ്റ് ഡബിൾ ആവും. അത്രയും എഫക്റ്റ് ഉണ്ട് ടെമ്പറേച്ചറിന്. ക്ലിയർ? അപ്പോൾ ടെമ്പറേച്ചർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ്. റേറ്റ് ഓഫ് റിയാക്ഷൻ കൂട്ടി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവും. അതാണ് എഫക്റ്റ്, ഓർത്ത് വെക്കുക. ഇനി ഇതാ ഹാഫ് ലൈഫ് പീരീഡ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് നിങ്ങൾക്കറിയാം. T(half) = 0.693/K ആണ്. ഇവിടെ കെയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ 0.693 ഡയറക്റ്റ് അങ്ങ് അടിച്ചു കൊടുത്താൽ മതി. 5.5 × 10⁻⁻1 -1 എന്നല്ലേ ചോദിച്ചിട്ട്, അതോ 14 ആണല്ലേ? -14 ആണ് കേട്ടത്. ഡയറക്റ്റ് അടിച്ചു കൊടുത്താൽ മതി. 0.693/5.5 × 10⁻⁻4 എത്രയാണ് വരുന്നത്? 0.693 divided by 5.5 into 10⁻⁻14. 1.26 into 10⁻13 ആണ് കിട്ടുക ആൻസർ. അത്രയും സെക്കൻഡ്സ്. 1.26 into 10⁻13 സെക്കൻഡ്സ് കിട്ടും. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കടാ. റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദി റിയാക്റ്റൻസ് ഓർ എനി വൺ ഓഫ് ദി പ്രൊഡക്ട്സ് ഇൻ യൂണിറ്റ് ടൈം. അത് നമ്മൾ നേരത്തെ പറഞ്ഞത് റേറ്റ് ഓഫ് റിയാക്ഷൻ. എക്സ്പ്രസ് ദ റേറ്റ് ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് റിയാക്റ്റൻസ് ആൻഡ് പ്രൊഡക്ട്സ്. ഈ തന്നിരിക്കുന്ന റിയാക്ഷനിൽ റേറ്റ് ഓഫ് ദി റിയാക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ ടേംസ്, റിയാക്റ്റൻ്റെ ടേംസിലും പ്രൊഡക്റ്റിൻ്റെ ടേംസിലും എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം? എങ്ങനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാം? ഒരുപാട് മെത്തേഡുകളുണ്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ. റേറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെയുള്ള ടേംസ് ആരൊക്കെ? NO ഉണ്ട്, O2 ഉണ്ട്, NO2 ഉണ്ട്. NOയുടെ റിയാക്റ്റൻ്റ് ആയിട്ടുള്ള NOയുടെ ടേമിൽ എനിക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റൂടാ? റിയാക്റ്റൻസ് ആകുമ്പോൾ ശ്രദ്ധിക്കുക, നെഗറ്റീവ് സൈന് കൊടുക്കണം. -delta concentration of NO/2 ΔT. ഇങ്ങനെ എനിക്ക് റേറ്റ് കൊടുക്കാൻ പറ്റും. ഓർ ഈക്വൽ ടു -delta concentration of O2/ΔT ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഇനി പ്രൊഡക്റ്റിൻ്റെ ടേംസിലാണെങ്കിൽ NO2, പ്രൊഡക്റ്റിൻ്റെ ടേംസിലാണെങ്കിൽ മൈനസ് കൊടുക്കരുത്, പ്ലസ് ആണ്. +delta concentration of NO2/2ΔT. ഇതൊക്കെ എന്തിൻ്റെ ടേമിലാണ്? ഇനിയിപ്പോൾ ഡെറിവേറ്റീവിൻ്റെ ടേംസിലാണെങ്കിൽ കൊടുക്കുക. ഡെൽറ്റയ്ക്ക് പകരം D ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ആണെങ്കിൽ അങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഏത് ടേംസിലും ആണെങ്കിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. എനി ഓഫ് ദി റിയാക്റ്റൻ്റ് ഓർ പ്രൊഡക്റ്റ്. ക്ലിയർ? അപ്പോൾ ഇതാണ് അവിടെ കൊടുക്കേണ്ട ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. N2O5 gives 2NO2 + half O2 is a ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ യൂണിറ്റ് ഓഫ് K. യൂണിറ്റിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ഏത് ഓർഡർ റിയാക്ഷൻ ആണെങ്കിലും യൂണിറ്റ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ അങ്ങ് യൂസ് ചെയ്താൽ മതി. യൂണിറ്റ് ഈസ് ഈക്വൽ ടു mol raised to
1 minus n, ലിറ്റർ റേസ് ടു n-1, s റേസ് ടു -1 കേട്ടോ. ഈ ഒരു ഫോം നിങ്ങൾ ജനറൽ ഫോമാണ്, അത് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഏത് ഓർഡർ ചോദിച്ചു കഴിഞ്ഞാലും ഇത് യൂസ് ചെയ്യാം കേട്ടോ. മോൾ റേസ് ടു 1 minus n, ലിറ്റർ റേസ് ടു n-1, s റേസ് ടു -1. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് n ഈസ് ഈക്വൽ ടു 1 ആണ്. ഫൈൻഡ് ദ യൂണിറ്റ് ഓഫ് k. എന്നിൻ്റെ സ്ഥാനത്ത് 1 ഒന്ന് കൊടുത്ത് നോക്കിക്കേ നിങ്ങൾ. എന്ത് വരും? മോൾ റേസ് ടു 1 minus n ആണ്. അപ്പോൾ 1 minus 1 എന്ത് വരും? 0 വരും. ലിറ്റർ റേസ് ടു n-1 ആണ്. അപ്പോൾ വീണ്ടും 1 minus 1 0 വരും. s റേസ് ടു -1. അപ്പോൾ യൂണിറ്റ് ഓഫ് k ഇൻ ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എത്ര വരിക? s റേസ് ടു -1 ആണ് യൂണിറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ജനറൽ ഫോം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് 0 ഓർഡർ ആണെങ്കിലും ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ ഏത് ഓർഡറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, യെസ്. ഓക്കെ ഏടാ, പ്ലോട്ട് എ ഗ്രാഫ് ഷോയിങ് വേരിയേഷൻ ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് അഗെയിൻസ്റ്റ് ദ ടൈം ഫോർ എ 0 ഓർഡർ റിയാക്ഷൻ. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് അഗെയിൻസ്റ്റ് ടൈം ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രാഫ് വരയ്ക്കാനുള്ള ചോദ്യമാണ് 0 ഓർഡർ റിയാക്ഷൻ. അപ്പോൾ 0 ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്ററാക്ട് റേറ്റ് ഇക്വേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. k ഈസ് ഈക്വൽ ടു എന്താണ്? R0 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R/T ആണ് 0 ഓർഡർ റിയാക്ഷൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നിന്നും എനിക്ക് കോൺസെൻട്രേഷൻ ഓഫ് R ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? R0 മൈനസ് KT ഇങ്ങനെ എഴുതിക്കൂടെ? ഇത് y ഈക്വൽ ടു C+mx ഫോമിലല്ലേ ഉള്ളത്? ഇതിനെ ഞാൻ ഗ്രാഫായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എങ്ങനെ കിട്ടൂടാ? y ആക്സിസിൽ എന്ത് വരും? കോൺസെൻട്രേഷൻ ഓഫ് R വരും. x ആക്സിസിൽ T വരും. -k ആണ് സ്ലോപ്പ്. മൈനസ് ആണ് സ്ലോപ്പ്. നെഗറ്റീവ് ആണെങ്കിൽ അടിയിലോട്ട് വേണം വരാൻ. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു -k അല്ലെങ്കിൽ k ഈസ് ഈക്വൽ ടു മൈനസ് സ്ലോപ്പ്. ഇനി ഈ സ്ലോപ്പ്, ഈ ഗ്രാഫ് ഇവിടെ ടച്ച് y ആക്സിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്, y ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പോയിൻ്റാണ് എന്ത് വരുന്നത്? R0, കോൺസെൻട്രേഷൻ ഓഫ് R0 വരുന്നത്. ഇതാണ് നിങ്ങൾ വരയ്ക്കേണ്ട ഗ്രാഫ്. ഓക്കെ ആണോ? ദിസ് ഈസ് ദ ഗ്രാഫ്. വാട്ട് യു മീൻ ബൈ 0 ഓർഡർ റിയാക്ഷൻ? 0 ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ? 0 ഓർഡർ റിയാക്ഷനിൽ റേറ്റ് ഈസ് ഈക്വൽ ടു k ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് R ടു ദ പവർ ഓഫ് 0 ആയിരിക്കും. കോൺസെൻട്രേഷൻ ടേമിൻ്റെ പവർ 0 ആയിരിക്കും. അതായത് R ഈസ് ഈക്വൽ ടു k എന്ന് വരും അവിടെ. അതായത് റേറ്റ് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആണ് ഏതിൻ്റെ ടേമിൽ? 0 ഓർഡർ റിയാക്ഷനിൽ. അപ്പോൾ എന്താണ് 0 ഓർഡർ റിയാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഇക്വേഷൻ എഴുതി കൊടുക്കുക. റേറ്റ് ഈസ് ഈക്വൽ ടു k ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് R ടു ദ പവർ ഓഫ് 0 ഫോർ 0 ഓർഡർ റിയാക്ഷൻ. ദാറ്റ് മീൻസ് 0 ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ റിയാക്ഷൻ ഇൻ വിച്ച് റേറ്റ് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആണ്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റിനെ റേറ്റ് ഡിപ്പെൻഡ് ചെയ്യാത്ത റിയാക്ഷൻസ് ആണ് എന്ത്? 0 ഓർഡർ റിയാക്ഷൻസ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അതിൽ ഹാബേഴ്സ് പ്രോസസ്സിൻ്റെ റിവേഴ്സ് എന്തിന് എക്സാമ്പിളാണ്? 0 ഓർഡർ റിയാക്ഷൻ എക്സാമ്പിളാണ്. അതായത് ഡീകമ്പോസിഷൻ ഓഫ് അമോണിയയുടെ ഡീകമ്പോസിഷൻ എന്താണ്? 0 ഓർഡർ റിയാക്ഷൻ ആണ് കേട്ടോ, ഓർത്ത് വെക്കുക. ഇനി അവിടെ അതാ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ടാ, ശ്രദ്ധിച്ചിരുന്നോ? ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ തന്നിട്ടുണ്ട് അറ്റ് 300 Kelvin. കോൺസെൻട്രേഷൻ ഓഫ് N2O5 ആഫ്റ്റർ 1 hour തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് ദി റിയാക്ഷൻ അറ്റ് 300 Kelvin ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനീഷ്യൽ കോൺസെൻട്രേഷനും ഫൈനൽ കോൺസെൻട്രേഷനും ആഫ്റ്റർ 1 hour തന്നിട്ടുണ്ട്. റേറ്റ് കോൺസ്റ്റൻറ്റ് കാണാനാണ്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. റേറ്റ് കോൺസ്റ്റൻറ്റ് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. എന്താണ് ഇക്വേഷന്? k ഈസ് ഈക്വൽ ടു 2.303/T ലോഗ് R0/R ആണല്ലോ. ഇവിടെ 2.303 ടിയുടെ സ്ഥാനത്ത് 1 hour എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഹവറിനെ നമ്മൾ മിനിറ്റിലോട്ട് മാറ്റുക അല്ലെങ്കിൽ സെക്കൻഡ്സിലോട്ട് മാറ്റുക. ഞാൻ മിനിറ്റ്സിലോട്ട് മാറ്റി. 60 ലോഗ് R0 തന്നിട്ടുണ്ട്. എത്രയാണ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തന്നിട്ടുള്ളത്? 1.24 × 10⁻² ആണ് തന്നിട്ടുള്ളത്. ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് R തന്നിട്ടുണ്ട്. എത്രയാണ്? 0.20 × 10⁻² ആണ് തന്നിട്ടുള്ളത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതങ്ങ് വർക്കൗട്ട് ചെയ്താൽ മതി. നേരെ നിങ്ങൾ ഈ ഇൻ്ററാക്ട് റേറ്റ് ഇക്വേഷനിൽ അങ്ങ് ഇട്ട് കൊടുക്കുന്ന പണിയേ ഉള്ളൂ. കാൽക്കുലേറ്ററിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ അല്ലേ?
ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. യെസ് വെരി ഗുഡ്. ഇവിടെ നോക്കിക്കേടാ, എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ റേറ്റ് ഓഫ് റിയാക്ഷൻ ഗിവൺ ബൈ അരീനസ് ഇക്വേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. റൈറ്റ് അരീനസ് ഇക്വേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു അരീനസ് ഇക്വേഷൻ എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. അരീനസ് ഇക്വേഷൻ എന്താണ്? റൈറ്റ് അരീനസ് ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ K = A × e⁻⁻ ആണ്, മറക്കരുത്. ഓക്കെ. ഇനി ഇതിൻ്റെ മറ്റൊരു ഫോം കൂടിയുണ്ട്, ലോഗ് K = ഇത് ഓർത്ത് വെക്കാം. ഇതിൻ്റെ ലോഗരിതമിക് ഫോം അരീനസ് ഇക്വേഷൻ ലോഗ് K നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ആവശ്യം വരും. ലോഗ് K = log A - EA/2.303 RT ആണ് കേട്ടോ. ഇത് ഗ്രാഫിലൊക്കെ ആവശ്യം വരുന്നതാണ്. ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക. ലോഗ് K = log A - EA/2.303 RT. അരീനസ് ഇക്വേഷനിൽ നിങ്ങൾ ഈ രണ്ട് ഇക്വേഷൻസും ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണേ. അതേപോലെ ഒരു ഇക്വേഷനും കൂടി ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ ചെയ്യാനുള്ളതാണ്. അതായത് ലോഗ് K2/K1 = EA/2.303 R × T2 - T1/T1 T2. ഈ ഇക്വേഷനും നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ക്ലിയർ അല്ലേ? യെസ്. ഇതിൽ ഡിഫൈൻ ആക്ടിവേഷൻ എനർജി ചോദിച്ചിട്ടുണ്ട്. എന്താണ് ആക്ടിവേഷൻ എനർജി? ഇറ്റ് ഈസ് ദ മിനിമം എനർജി റിക്വയർഡ് ഫോർ ആൻ ആക്റ്റീവ് കൊളീഷൻ അല്ലെങ്കിൽ എഫക്റ്റീവ് കൊളീഷൻ. ഒരു എഫക്റ്റീവ് കൊളീഷന് ആവശ്യമായുള്ള മിനിമം എനർജി റിക്വയർഡ് ബൈ ദ റിയാക്റ്റൻ മോളിക്യൂൾസ്. അതായത് ഒരു എഫക്റ്റീവ് കൊളീഷൻ നടത്തണമെങ്കിൽ റിയാക്റ്റൻസിന് അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ റിയാക്റ്റൻസിന് ആവശ്യമായുള്ള മിനിമം എനർജി, അതാണ് എന്ത്? ആക്ടിവേഷൻ എനർജി. ഓക്കെ അല്ലേ? റേറ്റ് കോൺസ്റ്റൻറ്റ് K2 ഓഫ് എ റിയാക്ഷൻ. ഇവിടെ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇത് എപ്പോഴും ചോദിക്കട്ടെ. ഈ ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലം ലോഗ് K2/K1 = EA/2.303 R × T2 - T1/T1 T2 ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. ആ ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. യെസ് ശ്രീഹരി. അപ്പോൾ ചെയ്ത് നോക്കുക. ആ ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. റേറ്റ് കോൺസ്റ്റൻറ്റ് K2 T1 തന്നിട്ടുണ്ട് 310 ആണ്. പിന്നെ പറഞ്ഞുള്ളത് K2 എന്ന് പറയുന്നത് 2 ടൈംസ് ഓഫ് ഇറ്റ് റേറ്റ് കോൺസ്റ്റൻറ്റ് K1 ആണ്. അതായത് K2 = 2K1 ആണ്. ഇനി T2 എന്ന് പറയുന്നത് 300 ആണ്. ആക്ടിവേഷൻ എനർജിയാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ലോഗ് K2/K1 എടുത്താൽ നമുക്ക് 2 കിട്ടും. ലോഗ് 2 = ആക്ടിവേഷൻ എനർജി EA/2.303 × R 8.314 എടുക്കാം ഇൻറ്റു T2 - T1, അതായത് 310. T2 ആണ് 310, T1 300 കേട്ടോ. 310 - 300/310 × 300. അപ്പോൾ 0.3010 = EA/2.303 × 8.314 × 10/310 × 300. ഡയറക്റ്റ് വാല്യൂ ആണ്, അടിച്ചു കൊടുത്ത് നോക്കിയാൽ മതി. EA = എത്ര കിട്ടുന്നത്? ഫൈനൽ ആൻസർ നിങ്ങൾക്ക് 53598 കിട്ടണം. ഇത്രയും J/mol ആൻസർ കിട്ടണം കേട്ടോ. ഫൈനൽ ആൻസർ ചെയ്ത് നോക്കുക നിങ്ങൾ. ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്.
ലോഗ് K2/K1 ഈക്വൽ ടു EA/2.303 R T2 - T1/T1 T2 ഓർത്ത് വെക്കുക. അതിലിവിടെ ആകെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റേറ്റ് കോൺസ്റ്റൻറ്റ് K2 എന്ന് പറയുന്നത് K1ൻ്റെ ഡബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് K2 ഈക്വൽ ടു K1 ആണ്. ആ ഒരു കാര്യം മാത്രം എടുക്കുക. അപ്പോൾ ലോഗ് K2/K1 എടുക്കുന്ന സമയത്ത് എന്തെടുക്കണം? 2K1/K1, അതായത് ലോഗ് 2 വരും. ആ ഒരു കേസ് മാത്രം. ഈ ഡബിൾ ആവുന്ന ചില കേസിൽ ഫ്രോബിൾ, ക്വാഡ്രബിൾ, അതേപോലെ 6 ടൈംസ് എന്നൊക്കെ പറയാം. അത്രേ മാറ്റം ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ സെയിമാണ് കേട്ടോ. ഇവിടെ നോക്കിക്കേ, റേറ്റ് എക്സ്പ്രഷൻ ഓഫ് എ റിയാക്ഷൻ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ഇറ്റ്സ് ഓവറാൾ ഓർഡർ. ഓർഡർ കാണാനാണ് ചോദ്യം. ഓർഡർ എന്ന് പറയുന്നത് എന്താ? കോൺസെൻട്രേഷൻ ടേംസിൻ്റെ പവറിൻ്റെ സം അല്ലേ. അപ്പോൾ ഇവിടെ എയുടെ പവറായിട്ട് വന്നിട്ടുള്ളത് 1/2 ആണ്. ബിയുടെ പവറായിട്ട് വന്നിട്ടുള്ളത് 3/2 ആണ്. അപ്പോൾ ഓവറാൾ ഓർഡർ ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ 1/2 + 3/2 ആണ് വരിക. ദാറ്റ് ഈസ് 2 ആണ് ആൻസർ വരിക. ക്ലിയർ? അപ്പോൾ ഇവിടെ ആൻസർ ഓവറാൾ ഓർഡർ ഈസ് ഈക്വൽ ടു 2. കാരണം ഓവറാൾ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇനി ഓരോ കോൺസെൻട്രേഷൻ ടേംസിൻ്റെ ഓർഡറിൻ്റെ സമ്മ. കോൺസെൻട്രേഷൻ ടേംസിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ പവറായിട്ട് വരുന്നതാണ്. ഓക്കെ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ റേറ്റിലോ എക്സ്പ്രഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പവർ അങ്ങ് സം ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഓവറാൾ ഓർഡർ കിട്ടും. ഇനി ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ ചിലപ്പോൾ ഓവറാൾ ഓർഡർ അല്ല ചോദിക്കുക. നിങ്ങൾ എടുത്ത് ചാടി ചെയ്തരുത്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാം. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നുണ്ട് ഓർഡർ ഇൻ റിലേഷൻ വിത്ത് എ, റിയാക്റ്റൻ്റ് എ ചോദിക്കും. അതായത് എയുടെ ഓർഡർ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എയുടെ പവറാണ് വരിക. എയുടെ പവർ ഇവിടെ 1/2. എയുടെ ഓർഡറാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ 1/2 വരുള്ളൂ ആൻസർ. ബിയുടെ പവറാണ് ചോദിക്കുന്നത്, ബിയുടെ മുകളിലുള്ളത് 3/2 ആണ് അതിൻ്റെ പവർ ഓർഡർ. ക്ലിയർ? ഓവറാൾ റിയാക്ഷൻ്റെ ഓർഡർ ചോദിക്കുമ്പോഴാണ് നിങ്ങളത് സമ്മ് ചെയ്യേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യന് ശ്രദ്ധിക്കുക, റിയാക്ഷൻ്റെ ഓർഡർ ആണോ അതോ റിയാക്റ്റൻസിൻ്റെ ഓർഡർ ആണോ ചോദിച്ചിട്ടുള്ളത് നോക്കുക. റിയാക്റ്റൻസിൻ്റെ ആണെങ്കിൽ ഏത് റിയാക്റ്റൻ്റ് ആണോ അതിൻ്റെ പവർ മാത്രം ആയിരിക്കും ആൻസർ വരിക കേട്ടോ. അത് നന്നായി ശ്രദ്ധിക്കണം. പലരും തെറ്റിക്കുന്ന ഒരു കാര്യമാണത്. യെസ്. ഇനി നോക്കുക, ഇൻറ്ററാക്റ്റീവ് റേറ്റ് ഇക്വേഷൻ ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അതിൽ ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഫസ്റ്റ് ലൈഫ് അത് നമ്മൾ ചെയ്തു ഓൾറെഡി. ഹാഫ് ലൈഫ് റിയാക്ഷൻ്റെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് പീരീഡിൻ്റെ ഡെറിവേഷൻ ചെയ്തു. ഇനി ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്ത റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ കേട്ടോ. ഐഡൻറ്റിഫൈ ദ ഓർഡർ ഓഫ് റിയാക്ഷൻ ഇഫ് ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു യൂണിറ്റ് ചോദിക്കുന്ന സമയത്ത് ഏത് ഓർഡർ റിയാക്ഷൻ്റെ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. ഏതാണ്? മോൾ റേസ് ടു 1 - n, ലിറ്റർ റേസ് ടു n - 1, എസ് റേസ് ടു -1. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ യൂസ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ള യൂണിറ്റ് ഇതാ, മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് യൂണിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ഓർഡർ എന്ന് ചോദിച്ചാൽ n ആണ് കാണേണ്ടത്. n അല്ലേ ഓർഡർ. അപ്പോൾ ഇവിടെ എടുക്കുക. അപ്പോൾ മോളിൻ്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ടോ? മോളിൻ്റെ മുകളിൽ ഒന്നുമില്ല. അതായത് മോളിൻ്റെ മുകളിൽ 1 ആണുള്ളത്. അപ്പോൾ 1 - n സ്ഥാനത്ത് ഇവിടെ എന്താ ഉള്ളത്? 1 ആണുള്ളത്. 1 - n ഈസ് ഈക്വൽ ടു 1. n ഈസ് ഈക്വൽ ടു എന്താ വരിക? 1 - 1 0 ആണ് വരിക. അപ്പോൾ ഇതെന്താ? ഇറ്റ് ഈസ് എ 0 ഓർഡർ റിയാക്ഷൻ. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെച്ചാൽ മതി. ഈ ഓർഡർ യൂണിറ്റ് വെച്ചിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. യെസ്. ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ല കേട്ടോ. ക്വസ്റ്റ്യന് കംപ്ലീറ്റ് അല്ലാതെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് എ റിയാക്ഷൻ ഇഫ് ഇറ്റ്സ് ഹാഫ് ലൈഫ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ? വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് റിയാക്ഷൻ ഇഫ് ഇറ്റ്സ് ഹാഫ് ലൈഫ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ? ഞാൻ പറഞ്ഞു ഹാഫ് ലൈഫ് പീരിയഡ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ വരുന്ന ഏതിൻ്റെ കേസിലാണോ? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസിലാണ് അല്ലേ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് പീരിയഡ് എന്ന് പറയുന്നത് എന്താ? 0.693/K അല്ലേ. ഈ ഹാഫ് ലൈഫ് പീരിയഡ് ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? R0 ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇതേതാണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് ആൻസർ കേട്ടോ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് പീരിയഡ് ആണ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യാത്തത്. യെസ്. ഓക്കെ. ഇനി ഇവിടെ നോക്കാം. നേരത്തെ ചെയ്ത അതേ ഇക്വേഷൻ തന്നെയാണ്, സെയിം ഇക്വേഷൻ ആണ്. റേറ്റ് ഓഫ് എ റിയാക്ഷൻ ക്വാഡ്രബിൾസ്. റേറ്റ് ഓഫ് റിയാക്ഷൻ ക്വാഡ്രബിൾസ് ആവുന്നു, അതായത് 4 ടൈംസ് ആവുന്നു. വെൻ ടെമ്പറേച്ചർ ചേഞ്ചസ് ഫ്രം 293 Kelvin to 313 Kelvin. കാൽക്കുലേറ്റ് ദ എനർജി ഓഫ് ആക്ടിവേഷൻ എനർജി. അപ്പോൾ നേരെ ഇക്വേഷൻ യൂസ് ചെയ്യുക. അതായത് log K2/K1 ഈസ് ഈക്വൽ ടു EA/2.303 R ഇൻറ്റു T2 - T1/T1 T2. ഈ ഇക്വേഷൻ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ലോഗ് K2/K1 സ്ഥാനത്ത് ക്വാഡ്രബിൾസ് അല്ലേ. ക്വാഡ്രബിൾസ് ആകുമ്പോൾ 4/1 ലോഗ് 4 ആണ് വരിക. ഈസ് ഈക്വൽ ടു EA/2.303 ആറിൻ്റെ സ്ഥാനത്ത് 8.314 കൊടുക്കുക.
T2 മൈനസ് T1 എന്ന് പറഞ്ഞാൽ T2 ഇവിടെ വരുന്നത് 313 ആണ്, T1 വരുന്നത് 293 ആണ്. സോ 20 ആണ് വരിക T2 മൈനസ് T1 ബൈ 293 ഇൻറ്റു 313. ഇതങ്ങ് ഡയറക്റ്റ് ഇക്വേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇയെ കാണാം. ഇയെ മാത്രം ഇവിടെ വെച്ചിട്ട് ബാക്കി ടേംസിനൊക്കെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക, ഫൈനൽ ആൻസർ ചെയ്യാം കേട്ടോ. സിമ്പിൾ അല്ലടാ, സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വാട്ട് ഈസ് കെമിക്കൽ കൈനറ്റിക്സ്? എന്താണ് കെമിക്കൽ കൈനറ്റിക്സ്? ഒരു തവണ ആകെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കെമിക്കൽ കൈനറ്റിക്സ്. എന്തിനാ ഈ ചാപ്റ്ററിൻ്റെ പേരാണ് കെമിക്കൽ കൈനറ്റിക്സ് അല്ലേ? എന്താണ് കെമിക്കൽ കൈനറ്റിക്സിൽ നമ്മൾ പഠിക്കുന്നത്? It deals with the study, it is a branch of science which deals with the study of the rate of the reaction. അല്ലേ, റിയാക്ഷൻ്റെ റേറ്റിനെ കുറിച്ച് പഠിക്കുന്നു. പിന്നെന്താ പഠിക്കുന്നത്? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ അല്ലേ. അപ്പോൾ റേറ്റ് ഓഫ് എ റിയാക്ഷൻ അല്ലെ സ്പീഡ് ഓഫ് ദ റിയാക്ഷൻ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് സയൻസ് ആണെന്ത്? കെമിക്കൽ കൈനറ്റിക്സ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാം, ബൈ കെമിക്കൽ കൈനറ്റിക്സ് വി ക്യാൻ ഫൈൻഡ് ദ ഓർഡർ ഓഫ് എ റിയാക്ഷൻ അല്ലേ. റിയാക്ഷൻ്റെ ഓർഡർ കണ്ടെത്താൻ പറ്റും, സ്പീഡ് കണ്ടെത്താൻ പറ്റും, അതേപോലെ റിയാക്ഷൻ്റെ റേറ്റ് കണ്ടെത്താൻ പറ്റും, റിയാക്ഷൻ്റെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ദി റിയാക്ഷൻ കണ്ടെത്താൻ പറ്റും, അതേപോലെ എന്തൊക്കെ ഫാക്ടേഴ്സാണ് എഫക്റ്റ് ചെയ്യുന്നത് ഒരു റിയാക്ഷനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ? ഓക്കെ അല്ലേ? ദെൻ എക്സ്പ്ലെയിൻ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ വിത്ത് എക്സാമ്പിൾ. എന്താണ് സ്യൂഡോ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? സ്യൂഡോ എന്ന് പറഞ്ഞാൽ വ്യാജം എന്നുള്ള അർത്ഥമല്ലേ. സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റിയാക്ഷൻസ് വിച്ച് അപ്പിയർ ടു ബി ഓഫ് ഹയർ ഓർഡർ ബട്ട് ഈസ് ആക്ച്വലി ഓഫ് ലോവർ ഓർഡർ. ചില റിയാക്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ അത് ഹയർ ഓർഡർ റിയാക്ഷൻ ആണെന്ന് നമുക്ക് തോന്നും, പക്ഷേ അത് ആക്ച്വലി സ്മാളർ ഓർഡർ ആയിരിക്കും. അപ്പോൾ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ സെക്കൻഡ് ഓർഡറോ തേർഡ് ഓർഡറോ ഒക്കെ ആണെന്ന് തോന്നും റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ, പക്ഷേ ആക്ച്വലി അത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിരിക്കും. അതാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്ററിൻ്റെ ഹൈഡ്രോളിസിസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ CH3 COO C2H5 എന്ന് പറയുന്നത് ഒരു എസ്റ്ററാണ്. ഇതിനെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് യു വിൽ ഗെറ്റ് CH3 COH പ്ലസ്, അതായത് ആസിഡ് പ്ലസ് ആൽക്കഹോൾ ഫോം ചെയ്യും. ഇതാണ് റിയാക്ഷൻ. ഈ റിയാക്ഷനിൽ നമ്മളിതിൻ്റെ റേറ്റ് ഇക്വേഷൻ എഴുതിക്കുമ്പോൾ R ഈസ് ഈക്വൽ ടു K ഇൻറ്റു എസ്റ്റർ ആൻഡ് H2O എടുക്കുന്ന സമയത്ത് ഇവിടെ ഈ വാട്ടർ എന്ന് പറയുന്നത് എക്സസ് ക്വാണ്ടിറ്റി ആയിട്ടുണ്ടാവും. വാട്ടർ എക്സസ് ആണ്. രണ്ട് റിയാക്റ്റൻസിൽ ഈ ഒരു റിയാക്ഷൻ ആയിട്ടുള്ള വാട്ടർ എക്സസ് ആയിട്ടുണ്ട്, കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിയാക്ഷൻ ആക്ച്വലി ഏതിൻ്റെ കോൺസെൻട്രേഷൻ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? എസ്റ്ററിൻ്റെ കോൺസെൻട്രേഷൻ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. എസ്റ്ററിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ മാത്രമേ റിയാക്ഷൻ റേറ്റ് കൂടുള്ളൂ. വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയിട്ട് ഒരു കാര്യമില്ല, കാരണം വാട്ടർ ആൾറെഡി എക്സസ് ആയിട്ടുണ്ട്. ക്ലിയർ? അതുകൊണ്ട് തന്നെ അത് ആക്ച്വലി കാണുന്ന സമയത്ത് നമുക്കത് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് തോന്നും. കാരണം H2O കോൺസെൻട്രേഷൻ 1, എസ്റ്ററിൻ്റെ കോൺസെൻട്രേഷൻ 1 ഓർഡർ, രണ്ടും സിംഗിൾ ഓർഡർ ആണെങ്കിൽ അപ്പോൾ 1 + 1 2 വരും ഓവറോൾ ഓർഡർ ഓഫ് റിയാക്ഷൻ നമ്മൾ വിചാരിക്കും. പക്ഷേ അവിടെ H2O ഡിപ്പെൻഡ് ചെയ്യുന്നില്ല കോൺസെൻട്രേഷൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള റേറ്റ് ലോ എക്സ്പ്രഷൻ വരുന്നത്. അപ്പോൾ ഓർഡർ എന്താണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. കണ്ടാൽ അത് സെക്കൻഡ് ഓർഡർ ആയി തോന്നുമെങ്കിലും അത് ആക്ച്വലി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. എസ്റ്ററിൻ്റെ കോൺസെൻട്രേഷൻ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ റിയാക്ഷൻസിൽ ഒരു റിയാക്റ്റൻ്റ് എക്സസ് ആയിട്ട് വരുമ്പോഴാണ് ഈ സ്യൂഡോ ഓർഡർ റിയാക്ഷൻ്റെ കേസ് വരിക കേട്ടോ. ഈ ഒരു എക്സാമ്പിൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള എക്സാമ്പിളാണ്, അതുകൊണ്ട് ഇതന്നെ പഠിച്ചു വെച്ചോളൂ. ഓക്കെ, പിന്നെ അതാ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്, അതേപോലെ അതിൻ്റെ ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് T12 വെച്ചിട്ടുള്ള ഇക്വേഷൻ, T12 അല്ല സോറി, ഇൻറ്ററാക്റ്റീവ് റേറ്റ് ഇക്വേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. സോ T ഈസ് ഈക്വൽ ടു 2.303/K log R0/R ആണ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? യെസ്, ഓക്കേടാ. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. For the reaction 2NO plus O2 gives 2NO2. The rate law is given as, റേറ്റ് ലോ തന്നിട്ടുണ്ട്. ഓർഡർ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിക്കണം, ഓർഡർ ഓഫ് ദി റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു O2 ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നിങ്ങളോട്. ഇവിടെ ഓവറാൾ ഓർഡർ അല്ല ചോദിച്ചിട്ടുള്ളത്, O2ൻ്റെ ഓർഡറാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ O2യുടെ കോൺസെൻട്രേഷൻ്റെ മുകളിലുള്ളത് മാത്രം നോക്കിയാൽ മതി. O2യുടെ മുകളിലൊന്നുമില്ല. സോ O2 ഓർഡർ ഈസ് ഈക്വൽ ടു ഓർഡർ ഓഫ് O2 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ് വരുന്നത്. റിയാക്ഷൻ്റെ ഓർഡർ അവിടെ 3 ആണ് വരുന്നത്. ക്ലിയർ? പക്ഷേ നമ്മോട് ചോദിച്ചിട്ടുള്ളത് ഓർഡർ ഓഫ് റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു O2 അത് എത്ര വരുന്നത്? 1 ആണ് വരുന്നത് കേട്ടോ. ഇത് ആ ഒരു വർഷം ചോദിച്ചപ്പോൾ ഒരുപാട് കുട്ടികൾ തെറ്റിച്ചിരുന്നു. ഓർഡർ എന്ന് പറഞ്ഞപ്പോൾ നേരെ അതിൻ്റെ പവേഴ്സ് കോൺസെൻട്രേഷൻ്റെ പവർ എടുത്തിട്ട് 3 എഴുതി ആൻസർ തെറ്റി. അവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം കേട്ടോ.
യെസ്, ഓർഡർ എന്ന് കാണുമ്പോഴേക്കും സം എടുക്കരുത്. അവിടെ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു O2 എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ O2ൻ്റെ മുകളിലുള്ള പവർ മാത്രം എഴുതാൻ പാടുള്ളൂ. ഓക്കെ, നോക്കടാ, താഴെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞില്ല ഐഡൻറ്റിഫൈ ദ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആൻഡ് ദ ഓർഡർ ഓഫ് ദി റിയാക്ഷൻ കറസ്പോണ്ടിങ് ടു ഇറ്റ്. ഗ്രാഫ് വെച്ചിട്ട് അതിൽ നിന്നും ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ കണ്ടെത്താനാണ് പറഞ്ഞത്. ഈ ഗ്രാഫ് എന്ന് പറയുന്നത് y = mx + c ഫോമിലായിരിക്കും. അപ്പോൾ വൈൻ്റെ സ്ഥാനത്തുള്ള ആളെടുത്ത് എഴുതിക്കോ, കോൺസെൻട്രേഷൻ ഓഫ് R ആണ് വൈൻ്റെ സ്ഥാനത്തുള്ളത്. എക്സിൻ്റെ സ്ഥാനത്ത് T ആണ്, എമ്മിൻ്റെ സ്ഥാനത്ത് മൈനസ് സ്ലോപ്പാണ്. അപ്പം എം എന്ന് പറഞ്ഞാൽ -k ആണ്, അപ്പം -k കൊടുക്കുക. സിയുടെ സ്ഥാനത്ത് അവിടെ R0 കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ഇവിടെ നിന്നും ഈ ഒരു ഇക്വേഷനിൽ നിന്നും എനിക്ക് എങ്ങനെ എഴുതാം? K = R0 - R/T എന്ന് എഴുതിക്കൂടെ? ഇത് ആരുടെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനാണ്? 0 ഓർഡറിൻ്റെ അല്ലേ? അപ്പോൾ 0 ഓർഡറിൻ്റെ ഗ്രാഫാണ് ഈ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് ഏത് ഓർഡറാണ് റിയാക്ഷന്? 0 ഓർഡറാണ്. ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്, R0 - R/T ആണ്. ഓക്കെ, അതേപോലെ ഹാഫ് ലൈഫ് പീരിയഡ് ഓഫ് 0 ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? അത് വരിക R0/2k ആണ് വരിക കേട്ടോ. T ഹാഫ് ഓഫ് 0 ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ R0/2k ആണ്. അതും ഓർത്ത് വെക്കുക. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. ഫസ്റ്റ് ഓർഡറിൻ്റെ ഹാഫ് ലൈഫ് ആണെങ്കിൽ ഇറ്റ് ഡു നോട്ട് ഡിപ്പെൻഡ് ആണ്. അതും ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ടൈം ഒരുപാട് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ക്വസ്റ്റിനും കൂടി ചെയ്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കുക, റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് എ റിയാക്ഷൻ അറ്റ് 293 Kelvin is 1.7 × 10⁵. When the temperature is increased by 20, the rate constant is increased to 2.57 × 10⁶. Calculate EA and A of the reaction. ഇവിടെ നിങ്ങൾക്ക് ആക്ടിവേഷൻ എനർജിയുടെ പുറമെ നിങ്ങളോട് എയും കൂടി കാണാൻ പറഞ്ഞു, അരീനസ് ഫാക്ടർ കൂടി കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കാം, 3 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും കേട്ടോ. അപ്പോൾ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ ഏതാ യൂസ് ചെയ്യേണ്ടത്? log K2/K1 തന്നെ. log K2/K1 = EA/2.303 R T2 - T1/T1 T2 ചെയ്താൽ നമുക്ക് EA കിട്ടും. EA കാണാം, നോക്കാം നമുക്ക്. log K2/K1 2.57 × 10⁶/1.7 × 10⁵ ആണ്, ഈക്വൽ ടു EA/2.303 × 8.314 × T2 - T1 വരുന്നത് 20 Kelvin ആണ് ഇൻക്രീസ് ആയി എന്ന് പറഞ്ഞിട്ടുള്ളത്, ബൈ 293 × 313 ആണ്. അപ്പോൾ ആദ്യം ലോഗ് 2.57 × 1.7 × 10⁵. 11.18 is equal to EA into 20/2.303 into 8.314 into 293 into 313 കിട്ടും. ഇവിടെ നിന്നും നിങ്ങൾക്ക് EA കാണാം. EA is equal to എത്ര വരുന്നത് നോക്കാം. EA 103514 Joule/mol ആണ് നിങ്ങൾക്ക് കിട്ടുക കേട്ടോ. ഈ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് എ കാണാൻ പറഞ്ഞിട്ടുണ്ട്. എ കാണാൻ നിങ്ങൾക്ക് ലോഗരിതത്തിൻ്റെ ഇക്വേഷൻ കൂടി വേണം, അരീനസ് ഇക്വേഷൻ്റെ. അതായത്
log k is equal to log a minus EA by 2.303 RT ആണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു റേറ്റ് ഇക്വേഷൻ എടുക്കുക, എന്നിട്ട് ഇത് ചെയ്യുക. ഏതെങ്കിലും ആറിൻ്റെ വാല്യൂ ഏതെങ്കിലും കൊടുക്കുക. നിങ്ങൾക്ക് 2 വാല്യൂ ഉണ്ട് ആറിന്, ഏതെങ്കിലും ഒന്ന് കൊടുക്കുക, അതേ ടെമ്പറേച്ചർ എടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റത്തെ R1 എടുക്കുകയാണെങ്കിൽ ഞാൻ T1 ടെമ്പറേച്ചർ എടുക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നോക്കുക, ലോഗ് 1.7 ഇൻറ്റു 10⁵ എടുക്കുക ഈക്വൽ ടു ലോഗ് എ മൈനസ് ഇയുടെ വാല്യൂ നമുക്ക് കിട്ടി 103514 കിട്ടിയിട്ടുണ്ട് ബൈ 2.303 ഇൻറ്റു 8.314 ഇൻറ്റു ടെമ്പറേച്ചർ എടുക്കുക. ടെമ്പറേച്ചർ 293 എടുത്തു. അപ്പോൾ എനിക്കിവിടെ ലോഗ് എ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് ആൻസർ കിട്ടുക. ലോഗ് എ ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് 23.68 കിട്ടും ഈ ഒരു ഇക്വേഷൻ വെച്ച് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ലോഗ് എ കിട്ടിയാൽ പിന്നെ എ കാണാൻ നിങ്ങൾ ആൻറ്റി ലോഗ് കണ്ടാൽ മതി. ആൻറ്റി ലോഗ് 23.68 കാണാം. ആൻറ്റി ലോഗ് കാണാം നിങ്ങൾ കാൽക്കുലേറ്ററിൽ. നിങ്ങൾക്ക് ലോഗിൻ്റെ കൂടെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഷിഫ്റ്റ് ലോഗ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻറ്റി ലോഗ് കിട്ടും. ഷിഫ്റ്റ് ലോഗ് ഒരു 10 വെച്ചിട്ട് ഒരു പവറായിട്ട് കാണുന്നുണ്ടാവും. അവിടെ ആ വാല്യൂ അടിച്ചു കൊടുത്താൽ മതി. 23.68 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടി 4.78 ഇൻറ്റു 10⁻23 ആണ് അവിടെ ആൻസർ കിട്ടുക കേട്ടോ. അപ്പോൾ ആൻറ്റി ലോഗ് എടുത്തിട്ടുള്ള പ്രോബ്ലമാണ് ആ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മക്കളെ പറഞ്ഞത് ഓർക്കുക, അതായത് ഇൻറ്ററാക്ട് റേറ്റ് ഓർഡർ മോളിക്കുലാരിറ്റി ഞാൻ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൈനറ്റിക്സ് പറയുന്നത്. വൺ ഈസ് ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി എന്താണെന്ന് ചോദിക്കും, ഡിഫറൻസ് ചോദിക്കും, അതേപോലെ അത് കാണാൻ ചോദിക്കാം. പിന്നെ ഇൻറ്ററാക്ട് റേറ്റ് ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. ഇൻറ്ററാക്ട് റേറ്റ് ഇക്വേഷൻ ഓഫ് 0 ഓർഡർ ഫസ്റ്റ് ഓർഡർ പഠിച്ചു വെക്കുക, അതിൻ്റെ ഗ്രാഫ് നോക്കി വെക്കുക. ഇനി അത് വെച്ചിട്ട് ഹാഫ് ലൈഫ് പീരീഡ് കാണാൻ ചോദിക്കാം. 0 ഓർഡറിൻ്റെ ചോദിക്കാം, ഫസ്റ്റ് ഓർഡറിൻ്റെ ചോദിക്കാം, കൂടുതലും ഫസ്റ്റ് ഓർഡറിൻ്റെ ചോദിക്കാറില്ല. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് വരാം. അപ്പോൾ ഹാഫ് ലൈഫ് പീരീഡിൻ്റെ ഇക്വേഷനും ഡെറിവേഷനും പഠിച്ചു വെക്കാം. ഡെറിവേഷൻ പഠിക്കണേ മറക്കരുത്. ഹാഫ് ലൈഫ് പീരീഡിൻ്റെ ഡെറിവേഷൻ പഠിച്ചിരിക്കണം, പ്രത്യേകിച്ച് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെത് ഓർത്ത് വെക്കണം. ദെൻ നിങ്ങൾ പഠിക്കേണ്ടത് അരീനസ് ഇക്വേഷൻ. അരീനസ് ഇക്വേഷൻ എന്താണ്, ഇക്വേഷൻ എന്താണ്, അതിൻ്റെ ടേംസ് എന്താണ്, അതിൻ്റെ 3 ഇക്വേഷൻസ്. ഒന്ന് അരീനസ് ഇക്വേഷൻ കെ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു മൈനസ് ഇ എ ബൈ ഇ റൈസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി. അതേപോലെ അതിൻ്റെ ലോഗരിതമിക് ഫോം ലോഗ് കെ ഇസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് ഇ എ ബൈ 2.303 ആർ ടി ഓർത്ത് വെക്കുക. ഇനി അതിൻ്റെ 2 ടെമ്പറേച്ചർ വരുന്ന കേസ് T1 T2 അതുപോലെ K1 K2 വരുന്ന കേസ് ലോഗ് K2 ബൈ K1 ഈസ് ഈക്വൽ ടു ഇ എ ബൈ 2.303 ആർ ഇൻറ്റു T2 മൈനസ് T1 ബൈ T1 T2 ആ ഇക്വേഷൻ ഓർത്ത് വെക്കുക. അത് വെച്ചുള്ള പ്രോബ്ലംസും എന്തായാലും ചോദിക്കും കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ കൈനറ്റിക്സ് ചാപ്റ്ററിൽ വരുന്നത്. പിന്നെ എന്താണ് ആക്ടിവേഷൻ എനർജി, കാറ്റലിസ്റ്റിൻ്റെ എഫക്റ്റ് അങ്ങനത്തെ കുറച്ച് ടോപ്പിക്സും കൂടി അതിൽ എക്സ്ട്രാ ആയിട്ടൊന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ആ പ്രോബ്ലംസ് ടൈപ്പ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. ഗുഡ് നൈറ്റ്. അപ്പോൾ നാളെ നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും കേട്ടോ. ഓക്കെ.